وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെയും അതുപോലെ ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും എല്ലാം സൃഷ്ടിച്ചതിന് പിന്നിൽ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. ഒരിക്കലും നിരർത്ഥകമായിക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ പ്രത്യേകിച്ച് ഉദ്ദേശവുമില്ലാതെ സൃഷ്ടിച്ചതല്ല. എല്ലാം അള്ളാഹു സൃഷ്ടിച്ച ഏതൊരു കാര്യത്തിന്റെ പിന്നിലും അള്ളാഹുവിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. എന്നാൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന കുഫാറുകളായിട്ടുള്ള ആളുകൾ അവരുടെ ചിന്ത, അവരുടെ വാദം എന്ന് പറഞ്ഞാൽ ഈ ജീവിതം എന്നുള്ളത് അല്ലെങ്കിൽ കൃത്യമായ ഉദ്ദേശമില്ല ഇതിന്റെ പിന്നിൽ എന്ന നിലയ്ക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല സൂറത്ത് സ്വാദിലെ 27-28 ആയത്തുകളിൽ പറയുന്നുണ്ട്, വമാ ഖലഖന അസ്സമാഅ വൽ അർദ വമാ ബൈനഹുമാ ബാത്തില. ആകാശഭൂമികളെയോ അതിനിടയിലുള്ള ഒന്നിനെയും നാം നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. അഥവാ ഒരു ലക്ഷ്യമില്ലാതെ ഉദ്ദേശമില്ലാതെ വെറുതെ ഒരു നേരം പോക്കിന് ഒരു കളിതമാശയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല. എന്നാൽ വെറുതെ പ്രത്യേകിച്ച് ഉദ്ദേശമില്ല, ഒക്കെ ബാത്തിലാണ് എന്നുള്ളത് കുഫാറുകളുടെ വെറും ഊഹം മാത്രമാണ്. ഈ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള താമസസ്ഥാനം അല്ലെങ്കിൽ അവർ ചെന്നെത്തുന്നത് നരകമാണ് എന്നുകൊണ്ട് അള്ളാഹു താക്കീത് ചെയ്തു. എന്നിട്ട് അള്ളാഹു തആല അടുത്ത ആയത്തിൽ പറയാണ്, ഈമാനുള്ള അമലു സാലിഹാത്ത് ചെയ്യുന്ന ആളുകളെ നാം ആക്കുമോ കൽമുഫ്സിദീന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ, അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, അല്ലെങ്കിൽ തഖ്വയുള്ള ആളുകളെ ഫുജ്ജാറുകളെ പോലെ ആക്കുമോ? അത് പരലോകത്തിൽ രണ്ടു കൂട്ടരും ഒരുപോലെ ആകുന്ന അവസ്ഥയുണ്ടാകുമോ? ഒരാൾ അള്ളാഹ് സൂക്ഷിച്ച് അനുസരിച്ച് ജീവിക്കുന്നു, മറ്റേ അള്ളാഹ് ദിക്റിൽ തെമ്മാടിയായി ജീവിക്കുന്നു. ഈ രണ്ടുപേരെയും ഒരുപോലെ ആക്കുമോ പരലോകത്ത്? ഈ രണ്ടുപേരും ഭൂമിയിലാണ് മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെന്തായി? ഒരുപോലെയില്ലേ? ഒരാള് ഈ ലോകത്ത് അള്ളാഹ് അനുസരിച്ച് സൂക്ഷിച്ച് ജീവിച്ചു, മറ്റേ ആള് അക്രമം ചെയ്ത് ഹലാലും ഹറാമൊന്നും പരിഗണിക്കാതെ എല്ലാ ഭൂരിഭാഗവും ചെയ്ത് ജീവിച്ചു, ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ മുഴുവൻ ജീവിച്ചു. ഒരാൾ അള്ളാഹിന് വേണ്ടി ആ തെറ്റായ ആസ്വാദനങ്ങളും ആഗ്രഹങ്ങളും പിടിച്ചു വെച്ച് ജീവിച്ചു. ഈ രണ്ടുപേരും മരണത്തോടുകൂടി തീർന്നു പോയാൽ എന്തായി? രണ്ടുപേരും ഒരുപോലെയായി. അള്ളാഹു പറയാണ്, ഈ രണ്ടുപേരെയും ഒരുപോലെയാക്കുന്ന അവസ്ഥ അള്ളാഹു ചെയ്യോ? ഇല്ല. അള്ളാഹു വെറുതെ നിരർത്ഥകമായിട്ട് സൃഷ്ടിച്ചതല്ല എന്ന് പറയുന്നുണ്ട്. പറയുന്ന ധാരാളം ആയത്തുകളിലൂടെ അള്ളാഹു ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിട്ടുള്ള കാര്യമാണ് വെറുതെ നിരർത്ഥകമല്ല ഈ സൃഷ്ടിപ്പ് എന്നുള്ളത്. മറ്റൊരായത്ത് സൂറത്തുൽ അംബിയായിലെ 16-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, വമാ ഖലഖന അസ്സമാഅ വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശഭൂമികളെയോ അതിനിടയിലുള്ളതിനെയോ ഒരു കളിയായിക്കൊണ്ട് നാം സൃഷ്ടിച്ചിട്ടില്ല. അപ്പോ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ വ്യക്തമായ ഇബ്റത്തുകൾ നമുക്കുണ്ട്. നാം ചിന്തിച്ച് മനസ്സിലാക്കേണ്ട പാഠങ്ങളുണ്ട്. അതുപോലെ നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഈ സൃഷ്ടിപ്പിന്റെ പിന്നിലെ ലക്ഷ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആകാശത്തേക്ക് നോക്കും. ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ രാത്രി എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കും. എന്നിട്ട് സൂറത്ത് ആല ഇംറാനിലെ ഈ ആയത്തുകൾ പാരായണം ചെയ്യും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിനും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആരാണ് ബുദ്ധിയുള്ള ആളുകൾ?
കിടന്നും നിന്നും ഇരുന്നുമെല്ലാം അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ, അവർ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് കുറ്റാലോചിക്കും. എന്നിട്ടവർ പറയും, അള്ളാഹ് നീ ഇതൊന്നും വെറുതെ ബാക്കിലായിട്ട് സൃഷ്ടിച്ചതല്ല, ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കാതെ നരകത്തിലാകുന്ന ആളുകളെ തൊട്ട് ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് ഈ ആഴ്ചകൾ വരാനും ചെയ്യും, നിസ്കരിക്കും, എന്നിട്ട് ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റാല് പിന്നെയും ആകാശത്തേക്ക് നോക്കി ആഴ്ചകൾ വരാനും ചെയ്യും. അങ്ങനെ 2 or 3 തവണയെല്ലാം ഒരു രാത്രിയിൽ തന്നെ ചെയ്തതായി ഹദീസുകൾ വന്നിട്ടുണ്ട്. കാരണം ചിന്തിക്കാൻ ഉപകരിക്കുന്ന ആഴ്ചകളാണ്. അപ്പൊ ഈ ആഴ്ചകളിലൊക്കെ ആശയം എന്താണ്? നമ്മുടെ സൃഷ്ടിപ്പ് നിരർത്ഥകമല്ല, പിന്നിൽ കൃത്യമായ ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ കുഫാറുകൾ അവർ ചിന്തിക്കുന്നത് ഒരു കാര്യമല്ല, അവർ മരിച്ച് മണ്ണായി പോകുന്നു. അപ്പൊ ധാരാളം അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്ന ഒരുപാട് ആളുകൾ, പുതിയ ചിന്താഗതിക്കാർ, ശുഭത്ത് ബാധിച്ച ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. സംശയങ്ങളുള്ള, ജീവിത സംശയമുള്ള ആളുകൾ, അവരെല്ലാം പറയുന്നത് മരണത്തോടുകൂടിയൊക്കെ കഴിഞ്ഞു, ഒരു തവണ ജീവിതമുള്ളൂ. ആ രീതിയിൽ പറയുന്നത് കാണാം. വേറെ പരലോകമില്ല, വിചാരണയില്ല, ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിൽ നരകത്തിൽ കിടന്ന ആളുകൾ, യഥാർത്ഥത്തിലെ ആയത്ത് പരലോകത്തെ വിചാരണയും ശിക്ഷയും ആളുകൾ 2 വിഭാഗമായി വേർതിരിഞ്ഞ് നരകാവകാശത്തോടുള്ള അഭിസംബോധനയായിട്ടാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ 116 15-16 ആയത്തുകൾ പറയുന്നത്. അതിൽ നരകത്തിൽ കിടക്കുന്ന ആളുകളോട് അല്ലാഹു ചോദിക്കുന്നതാണ്. എന്താ ചോദിക്കാന്നറിയോ? അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ, നിങ്ങൾ വിചാരിച്ചു പോയോ നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്? നിരർത്ഥകമായി, കളിയായി, തമാശയായി സൃഷ്ടിച്ചാണ്. നമ്മളാലോചിക്കും, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ നമ്മളെ പറ്റി ചിന്തിച്ചു നോക്കി. 2 കൈയുണ്ട്, അതില് 10 വിരലുകളുണ്ട്, ഒരു തല, അതിൽ കണ്ണ്, മൂക്ക്, വായ. നമ്മൾ കുട്ടിയായി ജനിച്ചു, വലുതാവുന്നു, വാർദ്ധക്യത്തിലെത്തുന്നു, മരിച്ചു പോകുന്നു, അവരുടെ മക്കൾ ജീവിക്കുന്നു, വളരുന്നു, മരിച്ചു പോകുന്നു. അപ്പൊ എന്നിട്ട് അള്ളാഹു അത് നിഷേധിച്ച ആളുകളെ നരകത്തിൽ ചോദിക്കും, നിങ്ങൾ വിചാരിച്ചു പോയോ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ വിചാരിച്ചു പോയോ നമ്മിലേക്ക് നിങ്ങൾ മടക്കപ്പെടില്ല എന്ന്. എന്നിട്ട് പറയാണ്, തആലല്ലാഹുൽ മലിക്കുൽ ഹഖ്, അള്ളാഹുവാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ശരിയായിട്ടുള്ള മലിക്, രാജാവ്, എല്ലാവിധ അധികാരമുള്ളവൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം, കരീമായ അർശിന്റെ റബ്ബായ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ നമ്മുടെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യത്തെ കുറിച്ച് നാം ഉറ്റാലോചിക്കണം. മറ്റൊരായത്തിൽ സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു തആല അവസാനം ചോദിക്കുന്നുണ്ട്, അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദാ, മനുഷ്യൻ വിചാരിച്ചു പോയോ നിങ്ങൾ വെറുതെ വിട്ടേക്കുമെന്ന്? ഇവിടെ സുദൻ എന്നുള്ള ഈ വാക്കിന്റെ അർത്ഥം 2 ആശയത്തിലാണ്. ഒന്ന്, ഒന്നും കൽപ്പിക്കപ്പെടാതെ, ഒന്നും വിരോധിക്കപ്പെടാതെ നിങ്ങളെ സൃഷ്ടിച്ചതാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത് മനുഷ്യൻ. മറ്റൊന്ന്, പുനരുദ്ധാരണം ഉണ്ടാകില്ല എന്നാണ് മനുഷ്യൻ വിചാരിച്ചിട്ടുള്ളത്. അതായത് മനുഷ്യൻ വിചാരിച്ചിരിക്കുകയാണോ വെറുതെ വിട്ടേക്കുമെന്ന് എന്നുള്ളത് 2 അർത്ഥമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ അർത്ഥം പറഞ്ഞാൽ മനുഷ്യൻ വിചാരിച്ചിരിക്കുകയാണോ അവനോട് ഒന്നും കൽപ്പിക്കാതെ, ഒന്നും വിരോധിക്കാതെ വിട്ടേക്കുമെന്ന്. രണ്ടാമത്തെ അർത്ഥം മനുഷ്യൻ വിചാരിച്ചിരിക്കുകയാണോ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാതെ വിട്ടേക്കുമെന്ന്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, വല്ലാഹിറു അന്നൽ ആയത തഉമ്മുൽ ഹാലൈൻ, ഈ ആയത്തിന്റെ ബാഹ്യമായ അർത്ഥം കൊണ്ട് തന്നെ 2 അവസ്ഥകൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ലൈസ യസ്റുഖു ഫീ ഹാദിഹി ദുനിയാ മഹ്മല, ഒന്ന് അവനെ വെറുതെ അങ്ങോട്ട് ദുനിയാവിൽ വിട്ടേക്കപ്പെടുമെന്നാണോ? ഇല്ല. ലാ യുമർ വലാ യുൻഹ, ഒന്നും കൽപ്പിക്കപ്പെടാതെ, ഒന്നും വിരോധിക്കപ്പെടാതെ, അതായത് മനുഷ്യന്റെ മേലെ ഒരു കൽപ്പനയും ഒരു വിരോധനവും ഇല്ലാതെ അവർ വിട്ടേക്കപ്പെടുമെന്നാണോ വിചാരിച്ചിട്ടുള്ളത്? വലാ യുത്റഖു ഫീ ഖബ്രിഹി സുദൻ ലാ യുബഅ, അതുപോലെ തന്നെ ഖബറിൽ അവൻ അങ്ങനെ തീർന്നു പോകുന്നതാണോ വിചാരിച്ചിട്ടുള്ളത്, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാതെ? ബൽ ഹുവ മഅ്മൂറുൻ മൻഹിയ്യുൻ ഫി ദുനിയ, പക്ഷേ ദുനിയാവിൽ അവൻ ചില കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ദുനിയാവിൽ ചില കാര്യങ്ങളെ കൊണ്ട് അവൻ വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഹ്ശൂറുൻ ഇലല്ലാഹി ഫി ദാരിൽ ആഖിറ, പരലോകത്ത് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. ഈ ആയത്തിന്റെ അർത്ഥത്തിൽ വന്നിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞത് നമ്മുടെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മേലെ ചില കൽപ്പനകളുണ്ട്, വിരോധനങ്ങളുണ്ട്. അള്ളാഹുവിൽ വന്നിട്ടുള്ള
കൽപ്പനകളുണ്ട്, വിരോധനങ്ങളുണ്ട്. അതുപോലെ തന്നെ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ഈ കൽപ്പനകളും വിരോധനങ്ങളും അനുസരിച്ചതിന്റെയും അല്ലെങ്കിൽ വിരോധനങ്ങൾ പ്രവർത്തിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ കൽപ്പനകൾ അനുസരിച്ചതിന്റെയും വിരോധനങ്ങളിൽ ചെന്ന് വീഴുന്നതിന്റെയും പേരിൽ രണ്ട് വിഭാഗമായ ആളുകൾ വേർതിരിയുകയും ചെയ്യും. അപ്പൊ ഈ കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചിന്തയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ഇബ്നു അബീ ഹാത്തിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹയുടെ അവസാനത്തെ ഒരു ഖുതുബ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, സഈദ് ഇബ്നുൽ ആസ് കുടുംബത്തിൽപ്പെട്ട ഒരാളിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, كان آخر خطبة خطب عمر بن عبد العزيز അവസാനമായിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് നിർവഹിച്ച ഖുതുബ എന്നുള്ളത് അൻ ഹമിദല്ലാഹ് വഅസ്ന അലൈഹി, അദ്ദേഹം അല്ലാഹുവിനെ സ്തുതിക്കുകയും അല്ലാഹുവിനെ വാഴ്ത്തുകയും ചെയ്തു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആലിമാണ്, ജാഹിദാണ്, ഖലീഫയുമാണ്. ആലിമും ഖലീഫയുമായിട്ട് ജാഹിദായി ജീവിച്ച വളരെ ശ്രേഷ്ഠനായിട്ടുള്ള പണ്ഡിതനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അദ്ദേഹം അവസാനത്തെ ഖുതുബയിൽ പറഞ്ഞു, അല്ലാഹുവിനെ സ്തുതിച്ച് വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ثم قال أما بعد فإنكم لم تخلقوا عبثا, തീർച്ചയായും നിങ്ങൾ വെറുതെ നിരർത്ഥകമായി സൃഷ്ടിക്കപ്പെട്ടതല്ല. വലം തുത്റകൂ സുദാ, നിങ്ങളെ വെറുതെ അത് വിട്ടേക്കപ്പെടുകയുമില്ല. വഇന്ന ലക്കും മആദൻ, നിങ്ങൾക്ക് മടങ്ങിച്ചെല്ലാൻ ഉള്ള ഒരു സമയവും സ്ഥലവുമുണ്ട്. യൻസിലുല്ലാഹു ഫീഹി ലിൽഹുക്മി ബൈനക്കും വൽഫസ്ലി ബൈനക്കും, അല്ലാഹു നിങ്ങളുടെ ഇടയിൽ വിധി കൽപ്പിക്കാനും നിങ്ങളെ വേർതിരിക്കാനും വേണ്ടി അല്ലാഹു ഇറങ്ങി വരുന്നതാണ്. فخاب وخسر من خرج من رحمة الله, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് പുറത്തായവൻ അവൻ നഷ്ടക്കാരനാണ്. وحرم جنة عرضها السماوات والأرض, അവൻ അത് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗ്ഗം തടയപ്പെടുന്നു. അലം തഅലമു, നിങ്ങൾക്കറിയില്ലേ, അന്നഹു ലാ യഅ്മനു ഗദൻ ഇല്ലാ മൻ ഹദറ ഹാദൽ യൗമ വഖാഫ, നാളെ പരലോകത്ത് നിങ്ങൾക്കറിയില്ലേ, നാളെ പരലോകത്ത് ഒരാൾ സുരക്ഷിതനാവുകയില്ല ഇന്നേ ദിവസം അതിനെക്കുറിച്ച് ഭയപ്പെടുകയും അതിനെക്കുറിച്ച് സ്വന്തത്തിൽ താക്കീത് ചെയ്യുകയും ചെയ്യാത്തവനല്ലാതെ. നിലനിൽക്കുന്നതിനെ കൊണ്ട് പാഴായി പോകുന്നതിനെ വിറ്റവനല്ലാതെ, അഥവാ പരലോകത്തിന് വേണ്ടി ദുനിയാവിനെ വിറ്റവനല്ലാതെ. ധാരാളമുള്ളതിനു വേണ്ടി തുച്ഛമായതിനെ ഒഴിവാക്കിയവനല്ലാതെ. നാളെ പരലോകത്തെ നിർഭയത്തെ ലഭിക്കാൻ വേണ്ടി ദുനിയാവിന്റെ കാര്യങ്ങൾ വിട്ടേച്ചവനല്ലാതെ. അലാ തറൗന അന്നകും മിൻ അസ്ലാബിൽ ഹാലികീൻ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ, മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന ആളുകളുടെ മുതുകിൽ ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും, നമ്മുടെ പിതാക്കന്മാർ. വസയകൂനു മിൻ ബഅദികും അൽ ബാഖീൻ, നിങ്ങളുടെ മരണശേഷം നിങ്ങളിൽ നിന്ന് ബാക്കിയായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ഹത്താ തറുദ്ദൂന ഇലാ ഖൈറിൽ വാരിസീൻ, എല്ലാവിധ അനന്തരമെടുക്കുന്ന അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നത് വരെ, നിങ്ങൾ മടക്കപ്പെടുന്നത് വരെ. ثم إنكم في كل يوم تشيعون غاديا وراعيا إلى الله, നിങ്ങൾ ഓരോ ദിവസവും അല്ലാഹുവിലേക്ക് രാവിലെയും വൈകുന്നേരത്തിലും യാത്രയിലായിരുന്നു. ഖദ് റബാ നഹ്ബഹു വൻഖള അജലുഹു, അതാ അവിടെ ആയുസ് തീർന്നു പോയിട്ടുണ്ട്, നൽകിയ സമയം അവസാനിച്ചു പോയിട്ടുണ്ട്. ഹത്താ തുഗയ്യിബൂഹു ഫീ സദ്ഇ മിനൽ അർദ്, ഭൂമിയിലെ ഒരു ദിക്കിലേക്ക് നിങ്ങൾ മാഞ്ഞു പോകുന്നത് വരെ. ഫീ ബത്നി സദ്ഇൻ ഗൈരി മുമഹ്ദിൻ വലാ മുവസ്സദിൻ, ഒരു തലയറയോ ഒരു കിടക്കയോ ഇല്ലാത്ത ആ ഭൂമിയിൽ ഇടുക്കിലേക്ക് നിങ്ങൾ വീണു പോകുന്നു. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകൾ അവരെല്ലാം വിട്ടുപോയിട്ടുണ്ട്, അവരെല്ലാം മണ്ണായി പോയിട്ടുണ്ട്. അവർ വിചാരണയെ കാത്തിരിക്കുകയാണ്. അവരുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ, കർമ്മങ്ങൾ അവിടെ ഏൽപ്പിക്കപ്പെട്ട അവസ്ഥയിൽ. ഇവിടെ അവർ സമ്പാദിച്ചതൊക്കെ അവർ ഇട്ടേച്ചു പോയിട്ടുണ്ട്. എന്നാൽ അവർ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്താണോ അതിലേക്ക് ആവശ്യക്കാരായിട്ടാണ്. അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങളുടെ സമയം തീരുന്നതിന് മുമ്പ്, നിങ്ങളിലേക്ക് മരണം എത്തുന്നതിന് മുമ്പ്. അങ്ങനെ ഉമർ അബ്ദുൽ അസീസ് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ അറ്റ മുഖത്ത് വെച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. ഒപ്പം ഉണ്ടായിരുന്ന ആളുകളും ഇത് കേട്ട് കരയാൻ തുടങ്ങി എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ഒരു മടക്കവും വിചാരണയും നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്താണ് വിജയിക്കാനുള്ള മാർഗം? എങ്ങനെയാണ് രക്ഷപ്പെടുക? അതിനാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കണം എന്ന് പറയുന്നത്. കൽപ്പനകൾ എന്നുള്ള പൊതുവായ വാക്കിൽ ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകും, ഒഴിവാക്കാൻ നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകും. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തിൽ അത് പാലിക്കുമ്പോഴാണ് പരലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് വായിക്കുന്ന റിസാല മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ശൈഖുൽ ഇസ്ലാം ഇമാം അൽ മുജദ്ദിദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അദ്ദേഹം രചിച്ച വളരെ ചെറിയ ഒരു റിസാലയാണ് വാജിബുനാ നഹ്വു മാ അമറന അല്ലാഹു ബിഹി. അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള അഥവാ അല്ലാഹു റസൂലും നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യത്തിന്റെ മേലെ ഒരടിമക്കുള്ള നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അതായത് അള്ളാഹുവിന്റെ ഒരു തീരുമാനം, ദീനി നിയമം, കൽപ്പന നമുക്ക് ദീനിന്റെ ആയിട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നതാണ് ഈ റിസാലയിൽ പറയുന്നത്. 7 കാര്യങ്ങളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഈ റിസാലയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ. റിസാലയുടെ തുടക്കത്തിൽ അതിനെ ചുരുക്കി പറയുന്നുണ്ട്, പിന്നീട് അതിനുശേഷം ചെറിയ രീതിയിൽ അതിനെ വിശദീകരിച്ച് പറയുന്നുമുണ്ട്. ചുരുക്കി പറയുന്ന കാര്യം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇദാ അമറല്ലാഹുൽ അബ്ദ ബിഅംരിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയോട് ഒരു കൽപ്പന കൊണ്ട് കൽപ്പിച്ചാൽ, വജബ അലൈഹി ഫീഹി സബ്ഉ മറാത്തിബ്, 7 മർത്തബകൾ ആ വിഷയത്തിൽ അവന്റെ മേലെ നിർബന്ധമാണ്. 7 കാര്യങ്ങൾ ആ കൽപ്പനയുടെ വിഷയത്തിൽ അവന്റെ മേലെ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അൽ ഊല, ഒന്നാമത്തേത് അൽ ഇൽമു ബിഹി, അതിനെക്കുറിച്ച് അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. അസ്സാനിയതു മഹബ്ബതുഹു, രണ്ടാമത്തേത് അതിനോട് ഇഷ്ടമുണ്ടായിരിക്കണം. അസ്സാലിസതു, മൂന്നാമത്തേത് അൽ അസ്മു അലൽ ഫിഅൽ, ആ കർമ്മം ചെയ്യാൻ ദൃഢമായ നിശ്ചയം അവനുണ്ടായിരിക്കണം. ദൃഢമായ നിശ്ചയം അവനുണ്ടായിരിക്കണം. അർറാബിഅതു, നാലാമത്തേത് അൽ അമലു, ആ കർമ്മം നിർവഹിക്കണം. അഞ്ചാമത്തേത് അൽ ഖാമിസതു ഖൗലുഹു യഖഉ അലൽ മശ്റൂഇ ഖാലിസൻ സവാബൻ, ആ കർമ്മം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആ കർമ്മം നിർവഹിക്കുമ്പോൾ അത് ഇഖ്ലാസോടുകൂടിയായിരിക്കണം, സവാബായിരിക്കണം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായിരിക്കണം, അതുപോലെ തന്നെ ശരിയായ രൂപത്തിലായിരിക്കണം. അതെന്താണെന്ന് പറയും. അസ്സാദിസതു, ആറാമത്തേത് അത്തഹ്ദീറു മിൻ ഫിഅലി മാ യസ്ബിഖുഹു, കർമ്മത്തെ ഒളിച്ചു കളയുന്ന കാര്യങ്ങൾ അതിനെ തൊട്ട് അവൻ എന്ത് ചെയ്യണം? ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ചുള്ള ഒരു സ്വന്തത്തിൽ ഒരു താക്കീത് ചെയ്യണം. അസ്സാബിഅതു, ഏഴാമത്തേത് അസ്സബാതു അലൈഹി, അതിൽ സ്ഥിരതയുണ്ടായിരിക്കണം, അതിൽ ഉറച്ചു നിൽക്കണം. ഈ 7 കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയുടെ മേലെ നമ്മുടെ മേലെ ബാധ്യതയായിട്ടുള്ള കാര്യങ്ങൾ. അതായത് അള്ളാഹു ധാരാളം കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, സക്കാത്ത് കൽപ്പിച്ചിട്ടുണ്ട്, തൗഹീദ് കൽപ്പിച്ചിട്ടുണ്ട്, നോമ്പ് വെക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, മാതാപിതാക്കളോട് പുണ്യം ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്, ദാനധർമ്മങ്ങൾ നിർവഹിക്കാൻ, അയൽവാസികളോടുള്ള കടമകൾ, അതിഥിയോടുള്ള കടമകൾ, സംസാരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള എല്ലാ മേഖലയിലും ആ കൽപ്പനകൾ എന്നുള്ള ആശയത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട 7 കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഈ ഓരോ കാര്യത്തെയും ചുരുങ്ങിയ രീതിയിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിൽ അടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അൽ മർത്തബത്തുൽ ഊല അൽ ഇൽമു ബിഹി, ഒന്നാമത്തെ മർത്തബ എന്ന് പറഞ്ഞാൽ എന്താണ് കൽപ്പിച്ചിട്ടുള്ളത് ആ കാര്യത്തെ തൊട്ട് അറിവുണ്ടാവുക എന്നതാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് മറ്റൊരു കാര്യം വായിക്കാം. ഇദാ അറഫ അൽ ഇൻസാൻ അന്ന അല്ലാഹ അമറ ബിത്തൗഹീദ് വനഹാ അനി ശിർക്ക്, ഒരടിമ മനസ്സിലാക്കുകയാണ് അള്ളാഹു തൗഹീദ് കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്, ശിർക്ക് കൊണ്ട് വിരോധിച്ചിട്ടുണ്ട്. ഔ അറഫ അന്ന അല്ലാഹ അഹല്ല അൽ ബൈഅ വഹറമ റിബ, അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കുകയാണ് അള്ളാഹു കച്ചവടം അനുവദിച്ചിട്ടുണ്ട്, പലിശ വിരോധിച്ചിട്ടുണ്ട്. ഔ അറഫ അന്ന അല്ലാഹ ഹറമ അക്ല മാലിൽ യതീം വഅഹല്ല ലിവലിയിഹി അൻ യഅകുല ബിൽ മഅറൂഫ്, അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കുകയാണ് അള്ളാഹു യതീമിന്റെ സമ്പത്ത് ഭക്ഷിക്കുന്നത്, അഥവാ യതീം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഉപ്പ മരണപ്പെട്ട കുട്ടികൾക്കാണ് യതീം എന്ന് പറയുക. അപ്പൊ യതീമിന്റെ സമ്പത്ത് ഭക്ഷിക്കുന്നത് വിരോധിച്ചിട്ടുണ്ട്. വഅഹല്ല ലിവലിയിഹി അൻ യഅകുല ബിൽ മഅറൂഫ്, എന്നാൽ ആ യതീമിന്റെ സമ്പത്ത് കുട്ടികളെ ഉപ്പ കച്ചവടമോ മറ്റു കാര്യങ്ങളൊക്കെ തോട്ടങ്ങളൊക്കെ വിട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ
അതിന്റെ കൈകാര്യകർത്തൃത്വം ഏറ്റെടുത്തിട്ടുള്ള ആ വ്യക്തിക്ക് മഅറൂഫ് മാന്യമായ നിലക്ക് അതിൽ നിന്ന് എടുക്കാം എന്ന് അനുവദിച്ചിട്ടുണ്ട്. ഇൻകാന ഫഖീറൻ, അവൻ ദരിദ്രനാണെങ്കിൽ വജബ അലൈഹി അൻ യഅലമ അൽ-മഅ്മൂറ ബിഹി വയസ്അല അൻഹു ഇലാ അൻ യഅരിഫഹു. ഇതുപോലെയുള്ള കൽപ്പനകളിലെല്ലാം അടിമയുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്താണ് ആ വിഷയത്തിൽ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്, എന്താണ് അതിന്റെ വിധികൾ എന്ന് ചോദിക്കലും മനസ്സിലാക്കലും. വയഅലമുൽ മൻഹിയ അൻഹു, അതുപോലെ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയൽ. വയസ്അലു അൻഹു ഇലാ അൻ യഅരിഫഹു, അത് മനസ്സിലാകുന്നത് വരെ അറിയുന്നത് വരെ അതിനെ കുറിച്ച് ചോദിച്ച് അന്വേഷിക്കുക എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം അതാണ് മനസ്സിലാക്കേണ്ടത്. വഹിയ, ഈ പറഞ്ഞതിൽ ഒന്നാമത്തേത് മസ്അലത്തു തൗഹീദ് വശിർക്ക്, തൗഹീദും ശിർക്കും. അള്ളാഹു കൽപ്പിച്ചതിൽ ഏറ്റവും വലിയ കൽപ്പന എന്താണ്? തൗഹീദാണ്. അള്ളാഹു വിരോധിച്ചതിൽ ഏറ്റവും വലിയ വിരോധനം എന്താണ്? ശിർക്കാണ്. ഇനി അതിനെ കുറിച്ചിട്ട് പറയാണ് അധിക ജനങ്ങൾക്കും അറിയാം തൗഹീദാണ് ശരിയെന്ന്. വശിർക്ക് ബാത്തിലും, ശിർക്ക് ബാത്തിലാണെന്നും അറിയാം. വലാകിന്ന അറദ അൻഹു, പക്ഷേ ആളുകൾ അതിനെ കുറിച്ച് പഠിക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവാണ്. വലം യസ്അൽ, അതിനെ കുറിച്ച് ചോദിക്കുന്നില്ല. ഇപ്പൊ ധാരാളം ആളുകൾ ചോദിക്കുകയാണ് തൗഹീദാണോ ശിർക്കാണോ ശരി? തൗഹീദ് എന്ന് പറയും, ശിർക്ക് ബാത്തിലാണെന്ന് പറയാം. പക്ഷെ അവൻ അള്ളാഹു അല്ലാത്തതിനെ കുറിച്ച് സത്യം ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ അവൻ പല ശിർക്കിന്റെ വാക്കുകൾ പറയുന്നുണ്ടാകും. ചിലപ്പോൾ ജാറത്തിൽ പോയി ശിർക്കിന്റെ പ്രവർത്തനം ചെയ്യുന്നുണ്ടാകും. പക്ഷെ അവൻ പറയും തൗഹീദാണ് ശരി, ഇതാണ് തൗഹീദ് എന്ന് പറയും. പക്ഷെ അറിവുണ്ടാവില്ല, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടാവും. വഅറഫ, ഈ മറ്റു ചില ആളുകൾ അന്നല്ലാഹ ഹറമ റിബ, പലിശ ഹറാമാണെന്ന് അവർക്ക് അറിയുന്നുണ്ടാകും. വബാഅ വശ്തറ വലം യസ്അൽ, അവർ കൊടുക്കുകയും വാങ്ങുകയും എല്ലാം ചെയ്യുന്നുണ്ടാകും പല കാര്യങ്ങൾ. പക്ഷെ അതില് പലിശ വരുന്നുണ്ടോ എന്ന് അവർ ചോദിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യില്ല. വഅറഫ, മറ്റു ചില ആളുകൾ തഹ്രീമ അക്ല മാലിൽ യതീം, അവർക്കറിയാം യതീമിന്റെ സമ്പത്ത് ഭക്ഷിക്കുന്നത് ഹറാമാണെന്ന്. വജവാസുൽ അക്ലി ബിൽ മഅറൂഫ്, എന്നാൽ മാന്യമായ രീതിയിൽ അതിന് ഉത്തരവാദിത്തമുള്ള ആൾക്ക് എടുക്കാൻ അവകാശമുണ്ടെന്നറിയാം. വയതവല്ല മാലിൽ യതീം വലം യസ്അൽ, യതവല്ല മാലിൽ യതീം വലം യസ്അൽ, അവനാ യതീമിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യും, പക്ഷെ എത്രയാണ് എടുക്കേണ്ടത്, എന്താണ് നോക്കേണ്ടത് എന്നൊന്നും ചോദിക്കില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് എന്ത് കൽപ്പനയാണെങ്കിലും അതിനെ കുറിച്ച് ഇൽമുണ്ടാവുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? അറിവുണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും അതിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് അതിന്റെ നിബന്ധനകൾ, എന്താണ് ഞങ്ങൾ പൂർത്തീകരിക്കാൻ ചെയ്യേണ്ടത്, ഒരു കാര്യം വിരോധിക്കേണ്ടതിന്റെ പരിധി എന്താണ്, എന്താണ് ഞാൻ ഒഴിവാക്കേണ്ടത്, ആ അറിവ് ഉണ്ടായിരിക്കണം. നമുക്ക് അല്ലാഹു തആല ഖുർആനിൽ സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്തിൽ പറഞ്ഞു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക, നീ പഠിക്കുക, നിനക്ക് ഇൽമു നേടുക, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, നിന്റെ തിന്മകൾക്ക് പാപങ്ങൾക്ക് നീ ഇസ്തിഗ്ഫാർ നേടുക. ഇവിടെ വാക്കിന്റെയും പ്രവൃത്തിയുടെയും മുമ്പ് അല്ലാഹു തആല ആദ്യം പറഞ്ഞ എന്താണ്? ഇൽമു നേടണം എന്നുള്ളതാണ്. ഒരു കാര്യത്തെ കുറിച്ച് അറിയാതെ നമുക്ക് ആ കാര്യം അനുസരിക്കാനോ അത് പാലിക്കാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് ദീനിൽ ഇൽമു നേടണം എന്ന് പറയുന്നത്. ദീനിൽ ഇൽമു നേടുന്നവർക്കാണ് ആ ഹലാലും ഹറാമും വേർതിരിഞ്ഞ് മനസ്സിലായി ഹലാലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിടാനും നാളെ സ്വർഗത്തിലേക്ക് എത്താനും സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കൂ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഫിൽ ജന്ന, ആരെങ്കിലും സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയിൽ ഇൽമു നേടാൻ വേണ്ടി ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ അവൻ അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. നമ്മൾ ഇന്നിന്റെ ഒരു സദസ്സിലേക്ക് വരികയാണ്, ദീന് പഠിക്കാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ അറിഞ്ഞാണ്, അതിനുള്ള സൗകര്യങ്ങൾ തേടുകയാണ്. അല്ലാഹു തആല നമുക്ക് എളുപ്പമാക്കുന്ന സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. കാരണം നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു ദിക്റോ ദുആവോ അമലോ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കർമ്മങ്ങളിലേക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു വാക്കോ ആയത്തോ ഹദീസോ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോ നന്മകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാതെ സ്വർഗത്തിൽ എടുക്കാൻ ഒരു വഴിയൊരുക്കാണ്. അത് നമുക്ക് അറിയാത്ത നമ്മൾ ചെയ്തു പോരുന്ന ഒരു കാര്യമായിരിക്കും. അത് ഹറാമാണ്, അത് തെറ്റാണ്, വിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്, അത് ഇങ്ങനെ ശിക്ഷ സാധ്യം ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ഇൽമിന്റെ സദസ്സിൽ നിന്നോ മറ്റോ നമ്മൾ കേൾക്കിയിരിക്കും. അത് നമ്മൾ ഒഴിവാക്കാൻ തീരുമാനിക്കും. അതിലൂടെ സ്വർഗത്തിലേക്ക് എളുപ്പമാകും. അറിവ് നേടാതെ ഒരിക്കലും നമുക്ക് സ്വർഗപ്രവേശനം സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അറിവിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരീദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവന്റെ ദീന മനസ്സിലാക്കാൻ
ഉള്ള അവസരങ്ങളും തൗഫീഖും അള്ളാഹു നൽകും. നമ്മളെല്ലാവരും ഫജ്ർ ചെയ്യുന്ന ഫജ്ർ നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്ന ദുആ ആയിരിക്കും. എല്ലാ ദിവസവും ഫജ്ർ നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല അലിസ്വാലിഹ. നോക്കൂ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്നാമത്തേത് ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായിട്ടുള്ള ഇൽമ് അല്ലാഹു ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വറിസ്ഖൻ ത്വയ്യിബ, ത്വയ്യിബായിട്ടുള്ള ഹലാലായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള റിസ്ഖിനെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. മൂന്നാമത്തേത് വഅമലൻ മുതഖബ്ബല, സ്വീകാര്യപ്രദമാകുന്ന കർമ്മങ്ങൾ ചോദിക്കാൻ. ഈ മൂന്ന് തമ്മിൽ ബന്ധമുണ്ട്. കാരണം ഒരു ഉപജീവനം ഹലാലേത് ഹറാമേത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ ഇൽമ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു അമല് സ്വാലിഹേത് അതിൽ ഫസാദായ അമലേത് അത് ഏതാണെന്ന് അറിയണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? അവര് ഇൽമുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ആദ്യം ഇൽമിനെ ചോദിക്കുന്നത്. ഇൽമില്ലാതെ ഒരിക്കലും തന്നെ ഒരാൾക്ക് ഹലാലും ഹറാമും വേർതിരിച്ചറിയാനോ അതുപോലെ തന്നെ സ്വീകാര്യപ്രദമായിട്ടുള്ള കർമ്മം ഏതാണെന്ന് അറിയാനോ സാധിക്കില്ല. അപ്പോ ഓരോ ദിവസവും രാവിലെ ഫജ്ർ നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് തേടിയിരുന്ന ദുആആണിത്. അതുപോലെ തന്നെ അള്ളാഹു തആല പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട കാര്യം എന്താണ്? റബ്ബി സിദ്നി ഇൽമ വഖുൽ റബ്ബി സിദ്നി ഇൽമ. ഇൽമിനെ വർദ്ധിപ്പിച്ചേരണം. ഒരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തആല വേറെ ഒരു കാര്യവും വർദ്ധിപ്പിച്ച് തരാൻ വേണ്ടി നേടാൻ പറഞ്ഞില്ല. വർദ്ധിപ്പിച്ച് തന്നെ എന്ന് നേടാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം അത് ഇൽമാണ്. ഇവിടെ എന്നും രാവിലെ അല്ലാഹുവിനെ എന്ന് പറയുന്നത് കൊണ്ട് അലുമാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഇൽമിന്റെ ഒരു അംശം നേടിയിരിക്കണം. ഓരോ ദിവസത്തിലും അറിവിന്റെ എന്തെങ്കിലും ഒരു ഭാഗം അവന്റെ ജീവിതത്തിലേക്ക് കൂടുന്ന രീതിയിൽ, അവൻ അറിയുന്ന രീതിയിൽ അവനൊരു ഓഹരി മാറ്റി വെക്കണം. അതുകൊണ്ടാണ് ദിവസവും ഈ ദുആ ചെയ്തിരുന്നത്. നമുക്ക് അന്നത്തെ ആവശ്യത്തിനുള്ള ഭക്ഷണം നമുക്ക് ആവശ്യമാണ്, അന്നത്തെ ദിവസത്തിനുള്ള പാനീയങ്ങൾ ആവശ്യമാണ്, അന്നത്തെ ദിവസത്തിനുള്ള വസ്ത്രവും മറ്റും ആവശ്യമാണ്. അതുപോലെ അന്നത്തെ ദിവസത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും കുറഞ്ഞതോ കൂടിയതോ ഇൽമിന്റെ ഒരു ഭാഗം ഉണ്ടായിരിക്കണം. അതൊരു ദർസിൽ പങ്കെടുത്തിട്ടോ അല്ലെങ്കിൽ തഫ്സീർ മനസ്സിലാക്കിയിട്ടോ ഒരു ക്ലാസ് കേട്ടിട്ടോ വായിച്ചിട്ടോ പഠിച്ചിട്ടോ ഒരു ഹദീസ് പഠിച്ചിട്ടോ ഒരു ആയത്ത് പഠിച്ചിട്ടോ ഏത് രീതിയിലാണെങ്കിലും ഇൽമിന്റെ ഒരു ഭാഗം ഓരോ ദിവസത്തിലും ഒരു മുസ്ലിം ഉണ്ടായിരിക്കണം. ഒരിക്കലും സഹോദരങ്ങളെ ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും ഒരുപോലെ ആകില്ല. അല്ലാഹു തആല എത്ര ആയത്തുകൾ അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ സുമറിൽ, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും ഒരുപോലെ ആകുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ അല്ലാഹു തആല സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞു, അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹി അഹദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. നേരായ മാർഗത്തിൽ നേരെ പോയി നടക്കുന്നവനാണോ അതോ വഴിതെറ്റി മുഖം കുത്തി പോയി നടക്കുന്നവനാണോ നേരായിട്ടുള്ളവൻ? നേരായ രീതിയിൽ നടക്കുന്നവനാണ്, അത് അറിവുള്ളവനാണ്. അപ്പോ ഇൽമ് എന്നുള്ളത് ആ ഇൽമുള്ളവന് നൂറാണ്. അത് ദുനിയാവിലും പരലോകത്തും ഖബറിലും പ്രകാശമായിക്കൊണ്ട് നൂറായിക്കൊണ്ട് അവര് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അല്ലാഹുവിന്റെ ഒരു കൽപ്പനയുടെ വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണ് ആ കൽപ്പന എന്ന് അറിയലും പഠിക്കലുമാണ്. നമ്മൾ അന്വേഷിക്കണം, എന്തൊക്കെയാണ് എന്റെ മേലെ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് വിയോജിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങൾ അറിയണം. അള്ളാഹു തആല നമ്മൾ തൗഹീദിനെ കുറിച്ച് കൽപ്പിച്ചിട്ടുണ്ട്. തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കണം, പഠിക്കണം. ശിർക്കിനെ തൊട്ട് വിരോധിച്ചിട്ടുണ്ട്. ശിർക്കിന്റെ ഇനങ്ങൾ എന്താണ്, അതിന്റെ ഗൗരവം എന്താണ്, അതിനെ കുറിച്ച് അറിയണം, പഠിക്കണം. ശിർക്ക് ജലിയായത് ഏതാണ്, ഖഫിയായതാണ്, വലുത് ഏതാണ്, ചെറുത് ഏതാണ്, അത് നമ്മൾ പഠിക്കണം. അതുപോലെ അല്ലാഹു തആല നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും അർക്കാനുൽ ഇസ്ലാമിലെ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കരിക്കാൻ രൂപം നമ്മൾ അറിയണം. അതിന്റെ റുക്നുകളും ഷർത്തുകളും കാര്യങ്ങളും നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഞാൻ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുക എന്ന് പറഞ്ഞത് എങ്ങനെ നിസ്കരിച്ചത് അത് പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം. അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ചെല്ലാം പഠിക്കണം. അപ്പൊ ഈ ഭാഗത്തിൽ ഈ മറ്റൊന്നിൽ പറഞ്ഞ തൗഹീദിനെ പറ്റി, ഷിർക്കിനെ പറ്റി, അതുപോലെ തന്നെ കച്ചവടത്തിന്റെ വിഷയത്തിൽ പലിശയെ പറ്റി, എന്താണ് കച്ചവടത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, അല്ലെങ്കിൽ എന്താണ് പലിശ, എപ്പോഴാണ് അത് പലിശയാവുക, ഏതൊക്കെയാണ് പലിശയുടെ ഇനത്തിൽപ്പെടുക, ഈ കാര്യങ്ങൾ
അതുപോലെ യതീമിന്റെ സമ്പത്തിന്റെ വിഷയത്തിൽ എത്രയാണ് ഒരാൾക്ക് ഉത്തരവാദിത്തമുള്ള ആൾക്ക് എടുക്കാനുള്ള അവകാശമുള്ളത്, മഅറൂഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അവൻ എടുക്കാൻ അവകാശമുള്ളത്, എത്രയാണ് എടുക്കാൻ പാടില്ലാത്തത്, ഏത് കൽപ്പനയും ദീനിൽ വന്നിട്ടുള്ള ഏത് കൽപ്പനയെ കുറിച്ചും അറിവുണ്ടായിരിക്കണം, അത് അന്വേഷിക്കണം, അത് ചോദിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അപ്പോ അള്ളാഹുവിന്റെ കൽപ്പനയോടുള്ള ഒന്നാമത്തെ ബാധ്യത അതിനെക്കുറിച്ച് അറിവുണ്ടാവുക. അൽ-മർതബത്തു الثانية, രണ്ടാമത്തെ മർതബ മഹബ്ബത്തുഹു, ആ കൽപ്പനയോട് ഇഷ്ടമുണ്ടായിരിക്കണം. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൽപ്പനയോട് ഇഷ്ടമുണ്ടായിരിക്കണം. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയാണ്, അൽ-മർതബത്തു الثانية മഹബ്ബത്തു മാ അൻസലല്ലാഹ്, രണ്ടാമത്തെ മർതബ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറക്കിയിട്ടുള്ളത് എന്താണോ അതിനോട് ഇഷ്ടമുണ്ടായിരിക്കണം. വകുഫ്റു മൻ കരിഹഹു, അതിനോട് വെറുപ്പുണ്ടാവുക എന്നുള്ളത് കുഫ്റാണ്. അതിനോട് വെറുപ്പുണ്ടാകാൻ പാടില്ല, അത് കുഫ്റാണ്. لقوله الله تعالى سورة محمد പറഞ്ഞു ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم. അള്ളാഹു കുഫാറുകളെ പറ്റി പറയാണ്, അള്ളാഹു ഇറക്കിയതിനെ തൊട്ട് അവർക്ക് വെറുപ്പുണ്ടായി, അതുകൊണ്ട് അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി. കർമ്മങ്ങൾ നിഷ്ഫലമാകുന്നത് കുഫറിലായതുകൊണ്ടാണ്. എന്നൊരു ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, فأكثر الناس لم يحب الرسول صلى الله عليه وسلم, അധിക ജനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട പോലെ സ്നേഹിക്കുന്നില്ല, ഇഷ്ടപ്പെടേണ്ട പോലെ ഇഷ്ടപ്പെടുന്നില്ല. അവർ വാദിക്കുന്നുണ്ടാകും, പക്ഷെ അവരുടെ എന്താണ് അതുകൊണ്ട് നിർബന്ധമാകുന്നത് അത് അവരിൽ ഉണ്ടാകില്ല. പക്ഷെ അവരത് വെറുക്കുന്നു. കൊണ്ടുവന്ന കാര്യങ്ങളോട് വെറുപ്പ് കാണിക്കുന്നു. അള്ളാഹുവാണ് ഇറക്കിയത് എന്ന് അവൻ അറിഞ്ഞാൽ പോലും, അവൻ അറിവുണ്ടെങ്കിൽ പോലും അവൻ അതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കാണാം. അപ്പൊ രണ്ടാമത്തെ കാര്യം, അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യത്തിനോട് ഉണ്ടായിരിക്കേണ്ട കാര്യം അതിനോട് ഇഷ്ടമുണ്ടാവുക, അതിനോട് ഹബ്ബുണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹു തആല തൗഹീദ് കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് ഹബ്ബുണ്ടായിരിക്കണം. നിസ്കാരം കൽപ്പിച്ചിട്ടുണ്ട്, അതിനോട് ഹബ്ബുണ്ടായിരിക്കണം. നോമ്പ് കൽപ്പിച്ചിട്ടുണ്ട്, അതിനോട് ഹബ്ബുണ്ടായിരിക്കണം. പുണ്യം ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്, അതിനോട് ഹബ്ബുണ്ടായിരിക്കണം. മാതാപിതാക്കളോടും കുടുംബ ബന്ധം ചേർക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, അതിനോട് ഹബ്ബുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സത്യസന്ധതയോടും അതുപോലെ വിശ്വസ്തയോടും അതിഥികളെ സൽക്കരിക്കുന്നതിനോടും അയൽവാസിനോട് ബന്ധം ചേർക്കുന്നതിനോടും എന്തെല്ലാം കൽപ്പനകളുണ്ടോ അതിനോടെല്ലാം ഇഷ്ടമുണ്ടായിരിക്കണം. കാരണം ഖൽബ് എന്നുള്ളത് ആ ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതും അല്ലാഹുവിന് വേണ്ടി ആവുമ്പോഴാണ് അതിന്റെ ഈമാൻ ഏറ്റവും പൂർണ്ണമായ രൂപത്തിലാവുക, ഏറ്റവും ബലവത്തായ ഈമാനിന്റെ അവസ്ഥയിൽ ഒരാളെത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നോക്കൂ, മൻ അഹബ്ബ ലില്ലാഹ്, ആരാണോ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നത്, വഅബ്ഗദ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി വെറുക്കുന്നത്, വഅഅത ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി നൽകുന്നത്, വമനഅ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി തടയുന്നത്, ഫഖദ് ഇസ്തക്മല ഈമാൻ, അവൻ ഈമാൻ പൂർത്തീകരിച്ചു, അവൻ ഈമാൻ പൂർത്തീകരിച്ചവനാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഔഫഖു ഉറൽ ഈമാൻ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ഹുബ്ബു ഫില്ലാഹ്, ഈമാനിന്റെ ഏറ്റവും ബലവത്തായ കയർ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടലും അള്ളാഹുവിന് വേണ്ടി വെറുക്കലുമാണ്. അപ്പോ അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാകണം, അവന്റെ റസൂലിനോടുള്ള ഇഷ്ടമുണ്ടാകണം, അവന്റെ ദീനിനോടുള്ള ഇഷ്ടമുണ്ടാകണം, അവന്റെ കൽപ്പനകളോടുള്ള ഇഷ്ടമുണ്ടാകണം. അങ്ങനെ ഏതൊക്കെ മേഖലയിലുണ്ടോ അതിലെല്ലാം അള്ളാഹുവിനോട് ആ ഇഷ്ടമുണ്ടായിരിക്കണം. പലപ്പോഴും ദീനിൽ നിന്ന് തെറ്റിപ്പോകാൻ, ഖൽബ് വ്യതിചലിച്ചു പോകാനുള്ള കാരണം ഈ ഇഷ്ടമില്ലായ്മ കൊണ്ടാണ്. കാരണം മനുഷ്യൻ ഒരു കർമ്മം ചെയ്യണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം അതുകൊണ്ട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. മനുഷ്യൻ എന്തെങ്കിലും ഒരു കർമ്മത്തിലേക്ക് മുതിരുന്നുണ്ട് എങ്കിൽ ആ കർമ്മത്തിനോടുള്ള ഇഷ്ടമോ അല്ലെങ്കിൽ അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടത്തിനോടുള്ള ഇഷ്ടമോ അല്ലെങ്കിൽ അത് ആർക്ക് വേണ്ടി ചെയ്യുന്നുവോ അയാളോടുള്ള ഇഷ്ടം കൊണ്ടേ ഒരു മനുഷ്യൻ കർമ്മം ചെയ്യുള്ളൂ. അപ്പോ ആ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഖൽബുകൾ തെറ്റിപ്പോകാനുള്ള കാരണം എന്ന് ഉലമാക്കൾ സൂചിപ്പിച്ചതിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിനോട് തേടാൻ. അസ്അലുക ഹുബ്ബക, അള്ളാഹുവേ നിന്റെ ഇഷ്ടത്തെ ഞാൻ ചോദിക്കുന്നു. വഹബ്ബ മൻ യുഹിബ്ബുക, നീ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടത്തെ ഞാൻ ചോദിക്കുന്നു. വഹബ്ബ അമലൻ യുഖർരിബു ഇലാ ഹുബ്ബിക, നിന്റെ ഇഷ്ടത്തിലേക്ക് അടുപ്പിക്കുന്ന കർമ്മങ്ങളോടുള്ള ഇഷ്ടവും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്ത്, അള്ളാഹുവിലേക്ക് ഫർളായ കർമ്മങ്ങൾ ചെയ്ത്, നഫ്ലായ കർമ്മങ്ങൾ ചെയ്ത് അടുക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് നേടാൻ സാധിക്കുക. അള്ളാഹുവിന്റെ ഇഷ്ടം നേടുമ്പോഴാണ് അവൻ അള്ളാഹുവിന്റെ വലായത്ത് ലഭിക്കുക, അള്ളാഹുവിന്റെ വലിയായി മാറുക, അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുന്ന ആളായി മാറുക.
എങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിനോട് ഇഷ്ടം ഉണ്ടാവുക? എങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക? ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലികീൻ എന്ന കിതാബിൽ 10 കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിത്തരാൻ കാരണമാകുന്ന 10 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി വതഫഹുമി ലിമആനി. ഖുർആൻ പാരായണം ചെയ്യുക, വെറുതെ അല്ല, അത് ഉറ്റാലോചിച്ച് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതെല്ലാം മനസ്സിലാക്കി ആഴമായി ചിന്തിച്ച് ഖുർആൻ പാരായണം ചെയ്യുക. അതൊരു മനുഷ്യന്റെ ഖൽബിന് വിശാലതയും അള്ളാഹുവിനോട് ഇഷ്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഖുർആൻ ഉറ്റാലോചിച്ച് പാരായണം ചെയ്യാൻ. രണ്ടാമത്തേത് അത്തഖർറുബു ഇലല്ലാഹി ബിന്നവാഫിൽ ബഅദൽ ഫറാഇദ്. നിർബന്ധമായിട്ടുള്ള കർമ്മങ്ങൾക്ക് ശേഷം നഫ്ലുകളായ കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. അത് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിത്തരുന്നതും അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കാര്യമാണ്. നിർബന്ധമായിട്ട് ചെയ്യണം, എന്നാലേ നഫ്ലായതൊരു ഉപകാരം ഉണ്ടാവുള്ളൂ. ഒരാൾ നിർബന്ധമായിട്ട് ചെയ്യുന്നില്ല, നഫ്ലുകൾ കുറെ ചെയ്യുന്നുണ്ട്, ഒരു ഉപകാരം ഉണ്ടാവുമോ? ഒരു ഉപകാരം ഉണ്ടാവില്ല. ഒരാൾ റമദാൻ നോമ്പ് വിൽക്കുന്നില്ല, ബാക്കിയുള്ള എല്ലാ തിങ്കളും വ്യാഴമൊക്കെ നോമ്പ് വിൽക്കുക, അങ്ങനെ നോമ്പ് സ്വീകരിക്കുകയില്ല. ഒരാൾ ജമാഅത്ത് നിസ്കാരങ്ങൾ ഫർള് നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നില്ല, രാത്രി നിസ്കാരം കൃത്യമായി 11 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരം സ്വീകരിക്കില്ല. ഫർള് ചെയ്തതിനു ശേഷം സുന്നത്തായ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. മൂന്നാമത്തേത് ദവാമു ദിക്രിഹി അലാ കുല്ലി ഹാലിൻ ബിൽലിസാനി വൽ ഖൽബി വൽ അമലി വൽ ഹാൽ. എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടാവുക, സ്മരണ ഉണ്ടാവുക. അത് നാവ് കൊണ്ടും കൽബ് കൊണ്ടും കർമ്മങ്ങൾ കൊണ്ട് അവയവങ്ങൾ ചെയ്തിട്ടും ഏത് സാഹചര്യത്തിലും ആ ദിക്ർ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അത് നിലനിർത്തുക. അത് അള്ളാഹുവിനോട് ഇഷ്ടം വർദ്ധിപ്പിക്കും. നാലാമത്തെ കാര്യം ഈസാറു മഹാബിഹി അലാ മഹാബിക ഇൻദ ഗലബാത്തിൽ ഹവാ വതസല്ലുബു ഇലാ മഹാബിഹി വൻസഅബൽ മുഖ്തഖാ. അതായത് എന്തെങ്കിലും നമുക്കൊരു കാര്യം, ഒരു തിന്മയോടോ അല്ലെങ്കിൽ മറ്റൊരു തിന്മയോടോ ഒരു ഇഷ്ടവും താല്പര്യം ഉണ്ടാവുമ്പോൾ അതിലേക്ക് നമ്മെ അതിയായി ക്ഷണിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഇച്ഛകൾ കൂടുമ്പോഴും അള്ളാഹുവിന്റെ ഇഷ്ടമാണെന്ന് പരിഗണിക്കുക. അള്ളാഹുവിന്റെ ഇഷ്ടം എന്താണെന്ന് പരിഗണിക്കുക. ഒരു കാര്യത്തോട് നമുക്ക് നല്ല ഇഷ്ടമാണ്, പക്ഷെ അള്ളാഹു അത് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണെന്ന് വിചാരിക്കുക. അപ്പോ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനെ നമ്മുടെ ഇഷ്ടത്തിനേക്കാൾ ഒരു പരിഗണന കൊടുക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കും. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുക. അഞ്ചാമത്തേത് മുസാരഅത്തുൽ ഖൽബി ലിഅസ്മാഇഹി വസിഫാതിഹി. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ ഖൽബ് കൊണ്ട് ഉറ്റാലോചിക്കുക. കാരണം അള്ളാഹുവിനെ അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷങ്ങളും അറിയണം. അങ്ങനെ അറിഞ്ഞ ഒരു തീർച്ചയായിട്ടും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കില്ല. അപ്പോ അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാകാൻ ഒരു കാരണമാണ് നാമഗുണ വിശേഷണങ്ങളെ കുറിച്ച് അറിയുക. ആറാമത്തെ കാര്യം മുശാഹദത്തു ബിർരിഹി വഇഹ്സാനിഹി وآلائه ونعمه الباطنة والظاهرة فإنها داعية إلى محبته. الله നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ വാഹിറായിട്ടുള്ള നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കച്ചവടം, ഭാര്യ, മക്കൾ, വീട്, അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതിനെ കുറിച്ച് നമ്മുടെ കാഴ്ച, കേൾവി, അങ്ങനെയല്ല. ബാത്തിനായിട്ടുള്ള നമ്മുടെ ഈമാൻ, അറിവ്, അമൽ സാലിഹാത്തുള്ള തൗഫീഖ്, ഖൽബിൽ ലഭിക്കുന്ന സമാധാനം, അങ്ങനെ അല്ലാഹുവിൽ ലഭിക്കുന്ന നിഅമത്തുകൾ അതിനെ കുറിച്ച് വിറ്റാലോചിക്കുക. ഏഴാമത്തെ കാര്യം ഏറ്റവും അത്ഭുതമായിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ ഇഷ്ടം വർദ്ധിപ്പിക്കുന്നത് തകർന്ന ഹൃദയവുമായി അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുക. അഥവാ എന്നെ കൊണ്ട് സാധിക്കില്ല, എല്ലാ വിധത്തിലും അള്ളാഹുവിനോട് താഴ്മ കാണിച്ച് അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുക എന്നുള്ളത്. എട്ടാമത്തേത് അൽ ഖുൽവതു ബിഹി വഖ്ത നുസൂലിൽ ഇലാഹി لمناجاته وتلاوة كلامه والوقوف بالقلب. അതായത് അള്ളാഹുമായി ഒറ്റക്കാവുക. അള്ളാഹു ആകാശത്തേക്ക് ഇറങ്ങുന്ന രാത്രി അവസാനത്തെ 3-1 അള്ളാഹുവിനോടുള്ള രഹസ്യ സംസാരത്തിന് അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഖൽബിനെ അള്ളാഹുവിന് മുമ്പിൽ നിർത്തിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അടിമത്തം തെളിയിച്ചുകൊണ്ട് അതിന് അവസാനത്തിൽ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ആ രാത്രിയുടെ അവസാനത്തിൽ അടുത്ത് ആ സമയം ചെലവഴിക്കുക. അള്ളാഹുവിനോട് ഇഷ്ടം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ഒമ്പതാമത്തേത് മുജാലസത്തുൽ മുഹിബ്ബീന സ്വാദിഖീൻ. അള്ളാഹുവിനെ സത്യസന്ധമായി സ്നേഹിക്കുന്ന ആളുകൾ, അവരുമായി മനസ്സ് പങ്കിടുക, അവരോടൊപ്പം ഇരിക്കുക, അവരോടുമായി കൂട്ടുകൂടുക, അവരുടെ സംസാരങ്ങൾ
നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കും. പത്താമത്തേത് നമ്മുടെ ഖൽബിന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ മറയിടുന്ന എല്ലാ കാര്യവും അതിൽ നിന്നെല്ലാം അകലുക. ആ മറയിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്നെല്ലാം അകന്ന് നിൽക്കുക. ഈ 10 കാര്യങ്ങൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമ്മിൽ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉണ്ടാകണം. അള്ളാഹുവിന്റെ കൽപ്പനകളോട് വന്നാൽ അതിനോടും ഇഷ്ടം ഉണ്ടായിരിക്കണം. ഇനി ആ കൽപ്പനകളോട് വെറുപ്പുണ്ടായാലോ അത് കുഫ്റാണ്. നേരത്തെ ഒതിയായിട്ട് അവരുടെ അമലുകൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യത്തോട് വെറുപ്പുണ്ടാവുക എന്നുള്ളത് കുഫ്റാണ്. എന്നിട്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞ കാര്യം എന്താണ്? അധിക ആളുകളും അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നില്ല. എന്താണ് ഉദ്ദേശം? ഇഷ്ടപ്പെടേണ്ട മുറപ്രകാരം ഇഷ്ടപ്പെടുന്നില്ല. അവർ ചിലപ്പോ നാവ് കൊണ്ട് പറയും ഞാൻ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിന്റെ ദീനിനെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ അവരുടെ ജീവിതത്തിൽ അത് തെളിയിക്കുന്ന, അത് നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ അവരിൽ കാണാത്ത അവസ്ഥയുണ്ടാകും. നമുക്ക് അള്ളാഹു തആലയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ആളുകളോട് ആയത്തുൽ നിഹ്ല പരീക്ഷണമായിട്ട് ഇറക്കിയ ആയത്താണ് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നബിയെ പറയുക എന്നെ പിൻപറ്റാൻ, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ. അങ്ങനെ പിൻപറ്റിയാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. സലഫുകൾ പറയാറുണ്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ലൈസ അശ്ശഅ്നു അൻ തുഹിബ്ബ വലാകിന്ന അശ്ശഅ്ന അൻ തുഹബ്ബ. നീ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിലല്ല കാര്യം, നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നതിലാണ് കാര്യം. അതായത് നീ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലല്ല കാര്യം, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നതിലാണ് കാര്യമുള്ളത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റി അതിനോട് ഉറച്ചു നിൽക്കുമ്പോഴാണ്. ഒരു കവി പറഞ്ഞ ബൈത്തിൽ കാണാം, നീ അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ട് എന്ന് വാദിക്കുന്നു, നീ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അത് മോശപ്പെട്ട ഒരു താരതമ്യം തന്നെ. അതായത് അള്ളാഹിനെ ഇഷ്ടമുണ്ടെന്ന് ഒരാൾ പറയുക, മറ്റവൻ അള്ളാഹിനെ നിഷേധിച്ച് ജീവിക്കുകയും ധിക്കരിച്ച് ജീവിക്കുകയും ചെയ്യുക, പാപങ്ങളിൽ ജീവിക്കുക. നിന്റെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം സത്യസന്ധമാണ് എങ്കിൽ നീ തീർച്ചയായിട്ടും അള്ളാഹുവിനെ അനുസരിക്കും. ഇന്നൽ മുഹിബ്ബ ലിമൻ അഹബ്ബ മുത്തിയഹു. തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരുത്തൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവനെ അനുസരിക്കുന്നവനായിരിക്കും. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടമുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നവനായിരിക്കും. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, അള്ളാഹു ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് ഹുബ്ബ് ഉണ്ടായിരിക്കണം, മഹബ്ബത്ത് ഉണ്ടായിരിക്കണം. അൽ മർത്തബത്തു സാലിസ, മൂന്നാമത്തെ മർത്തബ അള്ളാഹുവിന്റെ കൽപ്പനകളോട് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അൽ അസ്മു അലൽ ഫിഅൽ. ആ കർമ്മം ചെയ്യും എന്ന് ദൃഢമായ നിശ്ചയം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഒരു കൽപ്പന വന്നിട്ടുണ്ട്, അപ്പൊ ആ കൽപ്പന വന്നിട്ടുള്ള കർമ്മം എന്താണോ, കാര്യം എന്താണോ അത് ഞാൻ ചെയ്യും എന്നുള്ള ദൃഢമായ ഒരു നിശ്ചയം നമ്മൾ എടുക്കണം. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയാണ്, അൽ മർത്തബത്തു സാലിസ അൽ അസ്മു അലൽ ഫിഅൽ വകസീറുൻ മിനൻ നാസ് അറഫ വഅഹബ്ബ. ജനങ്ങളിൽ ധാരാളം ആളുകൾ അള്ളാഹുവിന്റെ കൽപ്പന എന്താണെന്ന് അറിയാം, അറിവ് നേടിയിട്ടുണ്ട്, അതിനോട് ഇഷ്ടമുണ്ട്. വലാകിൻ ലം യഅ്സം, പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, ദൃഢമായ നിശ്ചയം എടുക്കുന്നില്ല. ഖൗഫൻ മിൻ തഗയ്യുരി ദുനിയാഹു, അവരുടെ ദുനിയാവിൽ അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടും എന്നുള്ള ഭയം കൊണ്ടോ മറ്റോ ആണ് അവരിങ്ങനെ ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? നമുക്കൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ചില കാര്യം നമുക്ക് അറിയുന്ന ഒരു കാര്യം, സുന്നത്തായ ഒരു കാര്യം കൂട്ടിക്കോളി, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ കാര്യം ദീനിലുള്ളതാണ് എന്ന് നമുക്ക് അറിയുന്നുണ്ടാകും, അതിനോട് നമുക്ക് ഇഷ്ടം ഉണ്ടാകും. പക്ഷെ അത് ചെയ്യണം എന്നുള്ള ദൃഢമായ നിശ്ചയം നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അയാൾക്ക് സുന്നത്തായ നോമ്പ് നോൽക്കാത്ത ഒരാളാണ്, സുന്നത്തായ നോമ്പ് നല്ലതാണ്, ഗുണമുള്ളതാണ്, പ്രതിഫലം അയാൾക്ക് അറിയുന്നുണ്ടാവും. അതുപോലെ തന്നെ ആ നോമ്പ് നോൽക്കുന്നതിനോട് ഇഷ്ടം ഉണ്ടാവും, ഇഷ്ടക്കേടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് നോൽക്കണം എന്നുള്ള ദൃഢമായ നിശ്ചയം അതുള്ളിൽ ഉണ്ടാവില്ല. ചില ആളുകൾ രാത്രി നിസ്കാരം നല്ല എന്നവരറിയാം, അതിന്റെ പ്രതിഫലം അറിയാം, മഹത്വം അറിയാം, ഒക്കെ അറിയാം. അതുപോലെ തന്നെ അതിനോട് നല്ല ഇഷ്ടം ഉണ്ടാവും, രാത്രി നിസ്കാരത്തിനോട് നല്ല ഇഷ്ടം ഉണ്ടാവും. പക്ഷെ അത് നിർവഹിക്കണം എന്ന ദൃഢമായ നിശ്ചയം അവർക്കായില്ല. ദൃഢമായ നിശ്ചയം ഉണ്ടാകുന്നിടത്താണ് ആ കർമ്മം ചെയ്യാൻ നമുക്ക് എളുപ്പമുള്ള വഴി അള്ളാഹു ഒരുക്കി തരിക.
സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയിൽ കാണാം അല്ലാഹുമ്മ യസ്അലുക الثبات في الامر والعزيمه على الرشد. അല്ലാഹുവേ കാര്യത്തിൽ സ്ഥിരതയും അതുപോലെ തന്നെ മാർഗത്തിൽ സ്ഥിരമായ അവസ്ഥയും എനിക്ക് നീ നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ നമ്മളൊരു കാര്യം കൽപ്പന വന്നിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞു ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ടായില്ല, അത് ചെയ്യുമെന്നുള്ള ദൃഢമായി ചെയ്യണമെന്നുള്ള നിശ്ചയം, ചെയ്യുമെന്നുള്ള ആ ഒരു ആഗ്രഹവും ആ ഒരു ഉറപ്പും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതിലേക്ക് എളുപ്പം കിട്ടുക. അള്ളാഹു എളുപ്പമാക്കി തരിക. അള്ളാഹു നമ്മുടെ നീയത്ത് സുഖത്തോട് കൂടിയുള്ളതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിനില്ല, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവരെ നമുക്ക് എളുപ്പമാക്കി തരും. അപ്പൊ ആ ഒരു നിശ്ചയം നമുക്ക് ഉണ്ടായിരിക്കണം. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വലിയ അപകടമാണ്. സൂറത്തുൽ നിസായിൽ അള്ളാഹു പറഞ്ഞു 66-ാമത്തെ ആയത്ത്, വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി, അവരോട് കൽപ്പിച്ച കാര്യങ്ങൾ ഉപദേശിച്ച കാര്യങ്ങൾ അവർ ചെയ്തിരുന്നെങ്കിൽ ലകാന ഖൈറൻ ലഹും വഅശദ്ദ തസ്ബീത, അതാണ് അവർക്ക് ഖൈറായിട്ടുള്ളത്, അതാണ് അവർക്ക് ഏറ്റവും സ്ഥിരത നൽകുന്ന കാര്യവും. എന്നാൽ ധാരാളം ആളുകൾ അവർക്ക് അറിഞ്ഞിട്ട് പോലും അവർ ദൃഢമായ നിശ്ചയം എടുക്കാതിരിക്കാനുള്ള കാരണം ഇത് ചെയ്താൽ എനിക്ക് ഒരു നേതാവായിരിക്കും, ആ നേതാവ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവന് അത് നഷ്ടപ്പെടും, നേതൃസ്ഥാനം നഷ്ടപ്പെടും, സമ്പത്ത് നഷ്ടപ്പെടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കും എന്നുള്ള പേടിയിൽ ഈ കർമ്മങ്ങളോട് ദൃഢനിശ്ചയമില്ലാത്ത അവസ്ഥ കാണാൻ സാധിക്കും. അങ്ങനെ പാടില്ല. കാര്യങ്ങൾ പറഞ്ഞു അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യങ്ങളോട് നമ്മുടെ നിർബന്ധമായിട്ട് ഒന്നാമത്തേത് ബിഹി, രണ്ടാമത്തേത് അൽ മഹബ്ബത്തു ലഹു, ഒന്നാമത്തേത് അറിവുണ്ടായിരിക്കണം, രണ്ടാമത്തേത് അതിനോട് ഇഷ്ടമുണ്ടായിരിക്കണം, മൂന്നാമത്തേത് അൽ അസ്മു അലൽ ഫിഅൽ, ആ കർമ്മം ചെയ്യാനുള്ള ഒരു നിശ്ചയം ഉണ്ടായിരിക്കണം. അൽ മർത്തബത്തു റാബിഅ അൽ അമൽ, നാലാമത്തെ മർത്തബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ അമൽ, ആ കർമ്മം നിർവഹിക്കലാണ്, കർമ്മം ചെയ്യലാണ്. المرتبة الرابعة العمل، وكثير من الناس إذا عزم أو عمل، ധാരാളം ആളുകൾ അവരൊരു കർമ്മം ചെയ്യാൻ നിശ്ചയിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ കർമ്മം ചെയ്യാൻ തുടങ്ങിയാൽ പോലും وتبين عليه من يعظمه من شيوخ أو غيرهم, അവൻ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന അവന്റെ ചില നേതാക്കന്മാരോ ഉസ്താദന്മാരോ ഷെയ്ഖുമാരോ അവനോടത് ചെയ്യേണ്ട അല്ലെങ്കിൽ അത് നിർത്തണമെന്ന് പറഞ്ഞാൽ സർക്കിൽ അമൽ, അവൻ ആ കർമ്മം ഒഴിവാക്കും. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പനയെ കുറിച്ച് അറിവുണ്ടായി, ഇഷ്ടമുണ്ടായി, ചെയ്യാൻ നിശ്ചയമുണ്ടായി, പിന്നെ നമ്മൾ വൈകിപ്പിക്കരുത്, ആ കർമ്മം നിർവഹിക്കണം. തസ്വീഫ് എന്നുള്ളത് ജുന്ദു ശൈത്താനാണ്, ശൈത്താന്റെ സൈന്യമാണ് തസ്വീഫ് എന്നാണ്. തസ്വീഫ് എന്ന് പറഞ്ഞാൽ വൈകിപ്പിക്കുക, നാളെ തുടങ്ങാം അല്ലെങ്കിൽ നാളെ ആവാം പിന്നെ ചെയ്യാം. സൽക്കർമ്മം ചെയ്യുന്നിടത്ത് ആ ഒരു നിലപാട് ഉണ്ടാകാനേ പാടില്ല. എപ്പോഴാണ് അതിന്റെ ആദ്യ സമയം ചെയ്യേണ്ടത് അപ്പൊ തന്നെ ചെയ്യാം. കാരണം ആ സമയത്ത് നമ്മൾ നന്മ കൊണ്ട് നിറച്ചിട്ടില്ല എങ്കിൽ ആ സമയത്ത് പിന്നെ കയറിയിരിക്കുക എന്താണ്, എന്തെങ്കിലും തിന്മകളായിരിക്കും. ഒരിക്കലും സൽക്കർമ്മങ്ങൾ വഴി കാണിക്കരുത്. അല്ലാഹു തആല പറഞ്ഞു നോക്കൂ, സൂറത്തുൽ ആലി ഇംറാനിലെ 133-ാമത്തെ ആയത്തിൽ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിഅൽ ലൈലിൽ മുദ്ലിം, കൂരാക്കൂരി ഇരുട്ട് നിറഞ്ഞ രാത്രിയിൽ ഫിത്തനകൾ, അതുപോലെ ഫിത്തനകൾ വരുന്നതിന് മുമ്പ് സൽക്കർമ്മങ്ങളിൽ നിങ്ങൾ മുന്നേറുക, ധൃതി കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ സൽക്കർമ്മം ചെയ്യാൻ ഇനിയും സമയമുണ്ടല്ലോ, ഇപ്പൊ പ്രായമില്ലായിട്ടുള്ളൂ, കുറച്ച് വേണ്ടി തുടങ്ങാം അല്ലെങ്കിൽ പിന്നെ ചെയ്യാം എന്ന നിലപാട് ഉണ്ടാകാൻ പാടില്ല. ആ അമല് നമ്മൾ നിർവഹിക്കണം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കപ്പെട്ടു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അസ്സലാത്തു ഇലാ വഖ്തിഹാ, ഒരു നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുന്നതാണ്. നിസ്കാരത്തിന് സമയമുണ്ട്, അതിനൊരു സമയവും നിർണയിച്ച രീതിയുമുണ്ട്. ജമാഅത്തായിട്ട് നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കപ്പെടേണ്ടതാണ്, അത് നിശ്ചയിക്കാൻ സമയമുണ്ട്. ആ സമയത്ത് ആ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കപ്പെടുമ്പോൾ നമ്മൾ അതിൽ പങ്കെടുക്കണം. നമ്മളായിട്ട് ചെയ്യാൻ പാടില്ല, അതിലേക്ക് വൈകിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഏത് കാര്യവുമാകട്ടെ മറ്റുള്ള അശ്രദ്ധകൾ നമ്മളെ അതിന് തെറ്റിക്കരുത്. നിസ്കാരമാവട്ടെ അല്ല സൽക്കർമ്മങ്ങളാവട്ടെ മറ്റു പല കാര്യങ്ങളും കൊണ്ട് അത് വൈകിപ്പിക്കുന്ന, ഇബാദത്ത് വൈകിപ്പിക്കുന്ന, നീട്ടിവെക്കുന്ന അവസ്ഥ നമുക്കുണ്ടാവരുത്.
കാരണം അങ്ങനെ ഒരു നീട്ടി വെക്കുന്ന അലസമായ അശ്രദ്ധമായ അവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തത്തിനോട് പാരായണം ചെയ്യുക. സൂറത്തുൽ ദാരിയാത്തിലെ 56-ാമത്തെ ആയത്ത് എന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും അഥവാ നമ്മൾ സ്വയം പറയുക, എന്നെ സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ. എന്നെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം അതാണ്. ചിലപ്പോൾ കാണാൻ സാധിക്കും, അവര് ചിലപ്പോൾ ഒരു ചുറ്റിക കൊണ്ട് അടിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ ചുറ്റിക ഉയർത്തിപ്പിടിച്ച സമയത്താണ് ബാങ്കുവിളി കേട്ട് കഴിഞ്ഞാല് അവരത് താഴെ ഇട്ടിട്ട് ആ അടി പൂർത്തീകരിക്കൂല. അത് അവിടെ ഇപ്പൊ താഴെ ഇട്ടിട്ട് സംസ്കാരത്തിലേക്ക് പോകുമായിരുന്നു. ഏത് മേഖലയിലാവട്ടെ ഇബാദത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന വിഷയം ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ചില ആളുകൾ അവർ കർമ്മം ചെയ്യാൻ ആരംഭിച്ചാലും മറ്റവർ ബഹുമാനിക്കുന്ന മറ്റാരെങ്കിലും വാക്ക് കേട്ട് അത് ഒഴിവാക്കുന്നതാണ്. അപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ ചില ആളുകൾക്ക് ഇന്നതാണ് സുന്നത്ത്, ഇതാണ് ശരിയായ രീതി എന്ന് മനസ്സിലായാൽ പോലും അവർ ബഹുമാനിക്കുന്ന അവർ ഉസ്താദുമാർ അല്ലെങ്കിൽ ഷെയ്ഖുമാർ അവർ ഇത് ഒഴിവാക്കണം, ഇത് ശരിയല്ല, എന്നിട്ട് അവർ വിജയത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഇത് ഒഴിവാക്കണം എന്ന് പറയാം. അതിനു വേണ്ടി ചില കർമ്മങ്ങൾ ഒഴിവാക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അവരുടെ സ്ഥാനമോ അല്ലെങ്കിൽ മറ്റു പോകുന്നത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കാരണത്താൽ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ചരിത്രത്തിൽ ഒരു സംഭവം കാണാം, ഹെർക്കൽ രാജാവിന്റെ സംഭവം. ഹെർക്കൽ രാജാവിന്റെ അടുത്ത് അബൂ സുഫിയാൻ മുഷ്രിക്കായിരുന്ന കാലത്ത് കച്ചവടത്തിന് വേണ്ടി ഷാമിലും മറ്റും പോയ സന്ദർഭത്തിൽ റോമക്കാരാണ്, റോമിലെ രാജാവാണ് ഹെർക്കൽ. അപ്പൊ ഇങ്ങനെ ഒരു നബി വന്നിട്ടുണ്ട്. കാരണം ഹെർക്കൽ രാജാവിലേക്ക് നബിസല്ലല്ലാഹു കത്തയച്ചിട്ടുണ്ട്, അസ്ലീം ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. നബി വന്നിട്ടുണ്ട്. ആ നബിയെ കുറിച്ച് ഓരോ കാര്യം ചോദിച്ചപ്പോ അബൂ സുഫിയാൻ മറുപടി പറഞ്ഞു. അപ്പോ അവസാനം ഹെർക്കൽ രാജാവ് നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ അത് നബി തന്നെയാണ്. ആ നബിയുടെ ആധിപത്യം ഞാൻ ഈ ഭരിക്കുന്ന നാട് വരെ എത്തുന്ന ഒരു കാലം വരും. ഞാൻ ആ നബിയുടെ കാല് ഞാൻ കഴുകി കൊടുക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ കഴുകി കൊടുക്കുമെന്ന് പറഞ്ഞു ആര്? ഹെർക്കൽ രാജാവ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അബൂ സുഫിയാൻ ഇവരൊക്കെ പിരിഞ്ഞു പോയി. നബിസല്ലല്ലാഹു വന്ന കത്ത് എല്ലാം വായിച്ചു നോക്കിയതിനു ശേഷം ഹെർക്കൽ രാജാവ് ആളുകളോട് വിളിച്ചു പറഞ്ഞു, യാ മഅശറു, റോമക്കാരെ, ഹൽ ലക്കും ഫിൽ ഫലാഹി വറുഷ്ദ്, നിങ്ങൾക്ക് വിജയവും നിർമാർഗവും വേണോ? വഅൻ യുസബ്ബിത മുൽകക്കും ഫതബായഉ ഹാദ നബി, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ആധിപത്യം നിലനിർത്തണമെങ്കിൽ അല്ലെങ്കിൽ അത് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ നബിയോട് ബൈഅത്ത് ചെയ്യുക എന്ന് പറഞ്ഞു. ഈ നബിയോട് ബൈഅത്ത് ചെയ്യുക എന്ന് പറഞ്ഞു. ആദ്യം വായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ ആധിപത്യം നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ നബിയോട് ബൈഅത്ത് ചെയ്യുക എന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് അവിടെ റോമിലെ വലിയ ആളുകളുള്ള ആളുകൾ മാത്രമേ ആളുകളൊക്കെ ഉണ്ട്. അവർ ഈ കൊട്ടാരത്തിന്റെ വാതിന്റെ അടുക്കലേക്ക് അവരെല്ലാരും കൂടിയിട്ട് വിറളി പിടിച്ച കഴുതകളെ പോലെ ഓടാൻ തുടങ്ങി. രാജാവ് അവരുടെ മതം വിടണം, വീട് ഒഴിവാക്കണം എന്നാ പറഞ്ഞത്. അങ്ങനെ ഓടാൻ തുടങ്ങി, വെപ്രാളം കൊള്ളാൻ തുടങ്ങി. അങ്ങനെ അവര് വാതിന്റെ അടുക്കിലെത്തിയപ്പോ രാജാവ് ആദ്യം ഇത് പറഞ്ഞിട്ടുണ്ട്, വാതിലൊക്കെ അടച്ചിടാൻ പറഞ്ഞിട്ടുണ്ട്, ഗേറ്റൊക്കെ അടച്ചിടാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവര് ഓടിയിട്ട് പുറത്തു പോകാൻ പറ്റാതെ നിൽക്കുകയാണ്. ചെറുക്കല് ഇവര് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഇവരെ ഈ അവസ്ഥ കണ്ടപ്പോ ഹെർക്കൽ രാജാവ് പറഞ്ഞു, കീഴിലുള്ള മറ്റേ കാവൽക്കാരോട് പറഞ്ഞു അവരൊക്കെ തിരിച്ച് എന്റെ അടുക്കൽ വിടാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്നി ഖുൽതു മഖാലതി ആനിഫൻ അഖ്തബിറു ബിഹാ ശിദ്ദതകും അലാ ദീനികും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ എത്ര ഉറച്ചു നിൽക്കുന്നുണ്ടെന്നത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞൊരു വാക്കാണത്. ഒക്കെ മനസ്സിലായി നിങ്ങൾക്ക് ദീനിൽ ഉറപ്പിക്കുന്ന അഥവാ ഈ കുഫറിൽ ഉറപ്പിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ ആളുകളൊക്കെ ചെറുക്കലിന് മുമ്പ് സുജൂദ് ചെയ്യുകയും തൃപ്തിപ്പെടുകയും ചെയ്തു. അങ്ങനെ കുഫറിലായിക്കൊണ്ടാണ് ചെറുക്കല് മരിച്ചു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന് ഉറപ്പായിട്ട് ആ നബിയുടെ കാല് ഞാൻ കെട്ടി കൊടുക്കെന്ന് പറഞ്ഞ ഒരാളാണ് ആ നാട്ടുകാരെതിരാവും തന്റെ സ്ഥാനവും പദവിയും പോകുന്ന അറിഞ്ഞപ്പോ എന്തായത് തിരിച്ചു കുഫറിലേക്ക് തന്നെ മടങ്ങി നിൽക്കുന്ന അവസ്ഥ ഉണ്ടായത്. അപ്പോ ആർക്കും വേണ്ടിയിട്ടല്ല, നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ കർമ്മങ്ങൾ ആ കൽപ്പന മനസ്സിലായിട്ട് അതിനോട് ഇഷ്ടമുണ്ടായി ദൃഢമായി നിശ്ചയം കഴിഞ്ഞാൽ ആ കർമ്മം നിർവഹിക്കണം. അൽ മർത്തബത്തുൽ ഖാമിസ, അഞ്ചാമത്തെ മർത്തബ എന്ന് പറയുന്നത്
കൗനുഹു യഫഉ അലൽ മശ്റൂഇ ഖാലിസൻ സ്വവാബൻ, കൽപ്പിക്കപ്പെട്ട ആ കർമ്മം ചെയ്യുമ്പോൾ അത് ഖാലിസായിരിക്കണം, സ്വവാബായിരിക്കണം. ഖാലിസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായിരിക്കണം, സ്വവാബ് എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കണം. المرتبة الخامسة ابن عبد الوهاب رحمه الله പറയുന്നു أن كثيرا ممن عمل لا يقبل خالصا, അധിക ആളുകൾ കർമ്മം ചെയ്യുമ്പോൾ അത് ഇഖ്ലാസോടുകൂടി ആകുന്നില്ല. فإن وقع خالصا, ഇനി ഇഖ്ലാസോടുകൂടി ആയാലും ലം യഖൽ സവാബൻ, ശരിയായ രൂപത്തിലാകുന്നില്ല. ഏതൊരു അമലും അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ ഈ രണ്ട് നിബന്ധനകൾ പാലിച്ചിരിക്കണം. ഒന്നാമത്തെ എന്താണ്? ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് ശരിയായ രൂപത്തിലുമായിരിക്കണം. അല്ലാഹു തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഹദീസിൽ കാണാം, അന അഗ്ന ശുറകാഇ അൻ ശിർക്ക്, പങ്കു ചേർക്കുന്നവൻ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് ഞാൻ ധന്യനാണ്. ഒരു പങ്കു ചേർക്കേണ്ട ആവശ്യമില്ല. മൻ അമില അമലൻ അശ്റക മഇ ഫീഹി ഗൈരി തറക്തുഹു വശിർകഹു, ആരെങ്കിലും എന്നെ പങ്കു ചേർത്തുകൊണ്ട് വേറൊരാളെ പങ്കു ചേർത്തുകൊണ്ട് കർമ്മം ചെയ്താൽ അവന്റെ കർമ്മവും അവന്റെ പങ്കു ചേർക്കലും എല്ലാം ഞാൻ ഒഴിവാക്കിയിരിക്കാൻ. ഒന്നും അള്ളാഹ്ക്ക് വേണ്ട. ഇഖ്ലാസോടുകൂടി അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം കർമ്മം. രണ്ടാമത്തേത് ഖാലിസൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തനുസരിച്ച് ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാതെ ആരെങ്കിലും ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ്, അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ രണ്ട് കാര്യം എല്ലാ അമലിനും ഇബാദത്തിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഒരിക്കൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഈ ആയത്ത് പാരായണം ചെയ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഇതിന്റെ ആശയം എന്താണ്? സൂറത്തുൽ മുൽക്കിലെ 2ാമത്തെ ആയത്തിൽ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, ഇതിൽ അഹ്സനു അമല എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അഖ്ലഖുഹു വഅസ്വബുഹു, നിഷ്കളങ്കമായിക്കൊണ്ട് ശരിയായിക്കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ ചോദിച്ചു, യാ അബൂ അലി, അദ്ദേഹത്തിന്റെ കുഞ്ഞിത്താൻ, യാ അബൂ അലി വമാ അഖ്ലഖുഹു വഅസ്വബുഹു, എന്താണ് നിഷ്കളങ്കമായതും എന്താണ് ശരിയായതും? അദ്ദേഹം പറഞ്ഞു, ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ, ഒരു കർമ്മം അത് നിഷ്കളങ്കമായിട്ടാണെങ്കിൽ വലം യകുൻ സവാബൻ ലം യുഖ്ബൽ, എന്ന് ശരിയായിട്ടില്ല എങ്കിൽ അത് സ്വീകരിക്കപ്പെടില്ല. അതുപോലെ തന്നെ വഇദാ കാന സവാബൻ, എന്നാൽ ശരിയായ രൂപത്തിൽ ചെയ്യുന്നുണ്ട്, വലം യകുൻ ഖാലിസൻ ലം യുഖ്ബൽ, ഇഖ്ലാസോടുകൂടി അല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടില്ല. ഹത്താ യകൂന ഖാലിസൻ സവാബ, അത് നിഷ്കളങ്കമായി ശരിയായ രൂപത്തിലാകുന്നത് വരെ. വൽ ഖാലിസു മാ കാന ലില്ലാഹ്, ഖാലിസ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. വസ്സവാബു മാ കാന അലാ സുന്ന, ശരിയായത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും അനുസരിച്ചായിരിക്കണം. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം അമൽ ചെയ്യുമ്പോൾ. അൽ മർതബത്തു സാദിസ, 6ാമത്തെ മർതബ അത്തഹ്ദീറു മിൻ ഫിഅലി മാ യുസ്ബിതുഹു, ഒരു കർമ്മം ചെയ്തു, അതായത് ഒരു കർമ്മത്തിനോട് നമ്മൾ അറിഞ്ഞു, ഇഷ്ടമുണ്ടായി, സ്ഥിരമായി നിശ്ചയം ചെയ്തു, ആ കർമ്മം ചെയ്തു ഒക്കെ ചെയ്താലും അത് സുന്നത്തനുസരിച്ച് ചെയ്തു, ഇഖ്ലാസോട് കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ അത് പൊളിഞ്ഞു പോകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയാണ്, المرتبة السادسة أن الصالحين يخافون من حدوث العمل, സ്വാലിഹീങ്ങൾ ഭയപ്പെടുന്ന കാര്യമാണ് അവരുടെ കർമ്മം പൊളിഞ്ഞു പോകുമോ എന്ന്. لقوله تعالى, കാരണം അല്ലാഹു തആല സൂറത്തുൽ ഹുജറാത്തിലെ 2ാമത്തെ ആയത്തിൽ പറഞ്ഞു, അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ പൊളിച്ചു കളയുന്ന അവസ്ഥയുണ്ടാകും. വഹാദാ മിൻ അഖല്ലിൽ അശ്യാഇ ഫി സമാനിന, നമ്മുടെ കാലത്ത് കുറഞ്ഞ ആളുകളാണ് ആലോചിക്കുന്നത്. നമ്മൾ കർമ്മം ചെയ്യാൻ ഒക്കെ തയ്യാറായി, പക്ഷെ ആ കർമ്മം പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ വളരെ കുറഞ്ഞ ആളുകളെ അതിനെ കുറിച്ച് ഗൗരവത്തിൽ ശ്രദ്ധിക്കുന്നുള്ളൂ എന്ന് പറയുകയാണ്. കാരണം ഒരു അമല് അത് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ തന്നെയും അത് പൊളിഞ്ഞു പോകാൻ കാരണമാകുന്ന പല കാര്യങ്ങളുണ്ട്. കാരണം ധാരാളം ആയത്തുകൾ അമല് പൊളിഞ്ഞു പോകുന്നു പറഞ്ഞിട്ടുണ്ട്. നീ ശിർക്ക് ചെയ്താൽ നിന്റെ അമല് പൊളിഞ്ഞു പോകും. ഈമാനിൽ കുഫ്ർ കാണിച്ചാൽ അവന്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി എന്ന് കാണാം. അപ്പൊ ചില കാര്യങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ കർമ്മം നിഷ്ഫലമായി പോകും. ഒരു കർമ്മം ചെയ്തു, അതിന്റെ പേരിൽ നമുക്ക് ഉണ്ടാവുകയാണ്, ലോകമാന്യത, ഇങ്ങനെയൊക്കെ ചെയ്തു, അങ്ങനെ ആളുകളൊക്കെ കണ്ടു, അല്ലെങ്കിൽ സുമഅത്ത് ഉണ്ടാവുകയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണെന്ന് ആളുകൾ പറയുന്നുണ്ട്, ആളുകൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അമൽ എന്താകും? പൊളിഞ്ഞു പോകും, അമല് തകർന്നു പോകും. സ്വഹാബികൾ വളരെയധികം പേടിച്ചിരുന്ന കാര്യമാണത്. ഒരിക്കൽ
റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ, ഏതായത് സൂറത്തുൽ ഹുജറാത്തിലെ ഈ രണ്ടാമത്തെ ആയത്ത്, രണ്ടാം ആയത്തിന്റെ ആശയം ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദത്തിനേക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, നിങ്ങൾ പരസ്പരം ഒച്ചയിട്ട് സംസാരിക്കുന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒച്ചയിട്ട് സംസാരിക്കരുത്. അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ ശ്രദ്ധിക്കാതെ അറിയാതെ മനസ്സിലാക്കാതെ നിങ്ങൾ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുന്നു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം എന്ന് സംസാരിച്ചാൽ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുന്നതാണ്. ഈ ആയത്ത് ഇറങ്ങിയപ്പോ ഈ സഹാബിയുടെ സാബിത്ത് ഇബ്നു ഖൈസ എന്ന സഹാബിക്ക് വളരെ പേടിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വരാതെ, പേടിച്ചിട്ട് വരാതെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെ സാബിത്ത് ഇബ്നു ഖൈസിനെ കാണാനില്ലല്ലോ എന്ന് ചോദിച്ചു. ഒരു വ്യക്തി പറഞ്ഞു, റസൂലുള്ളാഹിക്ക് അറിയാം, അവനവിടെ ഉള്ളതെന്നൊക്കെ അറിയാം, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം, അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു വീട്ടിലേക്ക് പോയപ്പോ അദ്ദേഹം അവിടെ തല താഴ്ത്തിക്കൊണ്ട് പേടിച്ച് ഒരു ദുഃഖിതനായ അവസ്ഥയിൽ അവിടെ ഇരിക്കാൻ. അപ്പൊ ഈ വന്നാട് ചോദിച്ചു, ഭാഷ എന്താ ഇങ്ങനെ ഇരിക്കണം, എന്താന്റെ കാര്യം ചോദിച്ചു. അപ്പോ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയാണ്, ശർറുൻ കാന യർഫഉ സൗതഹു ഫൗക സൗതി നബി ഫഖദ് ഹബിത അമലുഹു വഹുവ മിൻ അഹ്ലി നാർ. ആ സഹാബി പറയാണ്, ഏറ്റവും ഒരു ദോഷമാണ് ലക്ഷ്യവസന ശബ്ദത്തിനേക്കാൾ ശബ്ദമുയർന്നാൽ അവന്റെ കർമ്മം നിഷ്ഫലമാകും, അവൻ നിരകാവകാശിയാകും. ആ പേടിച്ചിട്ടാണ് ഞാൻ വരാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷ്യവാദിച്ചവൻ വന്നറിയിച്ചു, നീ അവന്റെ അടുത്തേക്ക് പോ, എന്നിട്ട് പറഞ്ഞു കൊടുക്ക്, നീ നരകാവകാശിയല്ല, നീ സ്വർഗാവകാശിയാണ് എന്ന് അവനോട് പോയി പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ചു. നോക്കൂ, അമല് പൊളിഞ്ഞു പോകുന്ന ഒരു കാര്യം അതിനെ കുറിച്ച് കേട്ടപ്പോൾ അവർ ഭയപ്പെട്ടു. നോക്കൂ, മറ്റൊരു ഹദീസിൽ നമ്മെ ഓരോരുത്തരെയും പേടിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കാണാം. ഉദ്ധരിക്കുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളെ എനിക്കറിയാം, യഅ്തൂന യൗമൽ ഖിയാമ, അവർ അന്ത്യനാളിൽ വരും, ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമത ബിയദൻ, തിഹാമ പർവ്വതത്തോളം സൽക്കർമ്മങ്ങളുമായിട്ട്, തിളങ്ങുന്ന സൽക്കർമ്മങ്ങളുമായിട്ട് അവർ വരും. ഫയജ്അലുഹു അല്ലാഹു ഹബാഅൻ മൻസൂറ, പക്ഷെ അവരുടെ കർമ്മങ്ങൾ അല്ലാഹു തആല നിഷ്ഫലമാക്കി കളയുന്നു പറഞ്ഞു. قال ثوبان, ഇത് കേട്ടപ്പോൾ ثوبان റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സിഫ്ഹും ലനാ വജല്ലിഹും ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. റസൂൽ അവരുടെ വിശേഷങ്ങൾ പറഞ്ഞേരി, അവരുടെ വിഭാഗത എന്ന് പറഞ്ഞേരി, ഞങ്ങൾ അതിൽ പെട്ടുപോയിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ അറിയാതെ ഇത് പെട്ടുപോയാലോ. അത്രയും സൽക്കർമ്മം നമ്മ ഒരു ഉപകാരമില്ലാതെ കളയാണ്. അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, അഥവാ മുസ്ലിമീങ്ങളാണ്, നിങ്ങളുടെ സഹോദരങ്ങളാണ്. വമിൻ ജിൽദത്തിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ടവരാണ്. നിങ്ങൾ രാത്രിയിൽ നിന്ന് ഇബാദത്തുകൾ ചെയ്യുന്നത് പോലെ, കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ അവരും ചെയ്യുന്നവരാണ്, രാത്രി നിസ്കരിക്കുന്ന ആളുകളാണ്. വലാകിന്നഹും, പക്ഷേ അഖ്വാമുൻ, ആ കൂട്ടർ, ഇദാ ഖലൂ ബിമഹാരിമില്ല, അല്ലാഹുവിന്റെ പരിധികളും അവരും തമ്മിൽ ഒറ്റക്കായി കഴിഞ്ഞാൽ ഇൻതഹഖൂഹാ, പരിചയപ്പെടുത്തിക്കും. അവരൊറ്റക്കാവുന്ന ഒരു സമയം വന്നെത്തിയാൽ അവർ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ അവർ മുഴുകും. അങ്ങനെയുള്ള ആളുകളുടെ അമലുകൾ എത്ര നന്നായി കൊണ്ടുവന്നാലും അത് പൊളിഞ്ഞു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥ മുഅ്മിനീങ്ങൾ അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ ഇരിക്കുമോ എന്ന പേടികളായിരിക്കും. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ സൂറത്തുൽ മുഅ്മിനൂനിലെ 60-ാമത്തെ ആയത്ത്, വല്ലദീന യുതൂന മാ ആതൂ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ എന്ന ആയത്ത്, അതായത് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് നൽകേണ്ടതൊക്കെ നൽകി ജീവിക്കുന്ന ആളുകൾ, അതിൽ പേടിയായിരിക്കും, അല്ലാഹുവിലേക്ക് മടങ്ങണമല്ലോ എന്നുള്ള ആളുകൾക്ക് പേടി ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അഹുവല്ലദീ യസ്നി വയസ്രിഖു വയശ്റബുൽ ഖംറ, ഈ ആളുകൾ കള്ളുടിക്കുന്ന, വ്യഭിചാരിക്കുന്ന, കച്ചെടുക്കുന്ന, അങ്ങനെയൊക്കെ തെമ്മാടിത്തം ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ടല്ലേ ഈ പറഞ്ഞത്, ചെയ്യണതൊക്കെ ചെയ്ത് പേടിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ അങ്ങനെയല്ല. വലാകിന്നഹു റജുലു യസൂമു വയതസദ്ദഖു വയുസല്ലി, ഈ ആയത്തിൽ പറഞ്ഞ ആള് നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്. വഹുവ യഖാഫു അല്ലാ യുതഖബ്ബല മിൻഹും, അവൻ ഭയപ്പെടുന്നു
അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ളത്. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, തഖ്വയുള്ള ആളുകളിൽ നിന്നാണ് അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുക. അപ്പൊ കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം എന്ത് ചെയ്യണം? അത് പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് സൂക്ഷിക്കണം. ഇബ്നു അബീ മുലൈക്ക എന്ന താബിഈ അദ്ദേഹം പറയുന്നുണ്ട്, അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ 30 പേരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. തെളിവായിട്ട് കാണാം, അതിൽ ഉമറുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹുമ. എന്നിട്ട് പറയാണ്, കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി, അവരെല്ലാവരും അവരുടെ സ്വന്തത്തിൽ നിഫാഖിനെ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കപടവിശ്വാസിയായിട്ടുണ്ടോ എന്ന് ഭയപ്പെടുന്ന ആളുകളായിരുന്നു അവരെല്ലാവരും. അപ്പോൾ അമൽ പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഗൗരവത്തിൽ ശ്രദ്ധിക്കുന്ന ആളായിരിക്കണം നമ്മൾ, അള്ളാഹുവിന്റെ ഒരു കൽപ്പന അറിയുന്ന വിഷയത്തിൽ. എത്ര കാര്യങ്ങൾ പറഞ്ഞു? 6. ഒന്നാമത്തേത് എന്താണ്? അൽ ഇൽമു ബിഹി, അതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. രണ്ടാമത്തെ എന്താണ്? അൽ മഹബ്ബത്തു ലഹു, അതിനോട് ഇഷ്ടം ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് എന്താണ്? അൽ അസ്മു അൽ ഫിഅൽ, അത് ചെയ്യും എന്നുള്ള ദൃഢമായ നിശ്ചയം ഉണ്ടായിരിക്കണം. നാലാമത്തേത് അൽ അമലു ബിഹി, അത് കർമ്മമായി നിർവഹിക്കണം. അഞ്ചാമത്തേത് ഖാലിസൻ സ്വവാബൻ, യഖഉ ഫിൽ മശ്റൂഇ ഖാലിസൻ സ്വവാബ്, ചെയ്യും അതുപോലെ തന്നെ ഇഖ്ലാസോട് കൂടിയുള്ളതായിരിക്കണം. ആറാമത്തേത് പറഞ്ഞു, ആ കർമ്മത്തെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഗൗരവത്തിൽ ശ്രദ്ധിക്കുന്ന ആളായിരിക്കണം, അത് ശ്രദ്ധിക്കണം. ഏഴാമത്തെ കാര്യം അൽ മർത്തബത്തു സാബിഅ, അവസാനത്തേത് അസ്സബാതു അലൈഹി, അതിൽ ഉറച്ചു നിൽക്കണം, ആ കർമ്മത്തിൽ ഉറച്ചു നിൽക്കണം. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയാണ്, അൽ മർത്തബത്തു സാബിഅതു അസ്സബാതു അലൽ ഹഖ് വൽ ഖൗഫ് മിൻ സൂഇൽ ഖാതിമതി, ഹഖിൽ ഉറച്ചു നിൽക്കുകയും അവസാനം മോശമാകുന്നതിനെ തൊട്ട് പേടിയുണ്ടായിരിക്കണം. لقوله صلى الله عليه وسلم, إن منكم من يعمل بعمل أهل الجنة, നിങ്ങളിൽ ചില ആളുകൾ ഉണ്ടാവും, അവർ സ്വർഗ്ഗാവകാശിയുടെ കർമ്മങ്ങൾ ചെയ്യും. ويختم له بعمل أهل النار, പക്ഷേ അവന്റെ മരണം അവസാനം നരകാവകാശിയുടെ കർമ്മങ്ങളിലായിരിക്കും. നരകാവകാശിയെ കാണാൻ മരിക്കുക. وهذه أيضا من أعظم ما يخاف منه الصالحون, സ്വാലിഹീങ്ങൾ ഭയപ്പെടുന്ന വലിയ കാര്യത്തിൽപ്പെട്ടതാണ്. വഹിയ ഖലീലു ഫി സമാനിന, നമ്മുടെ കാലത്ത്, ഇത് കാലത്താ പറയുന്നത്, 100 കൊല്ലം മുമ്പേ പറയുന്നത്, നമ്മുടെ കാലത്ത് കുറഞ്ഞ ആളുകളിൽ കാണുന്നുള്ളൂ. فالتفكر في حال الذي تعرف من الناس بهذا وغيره, ഈ അവസ്ഥ ഒന്ന് ആളുകളുടെ വിഷയത്തിലൊക്കെ ഒന്ന് നമുക്ക് അറിയുന്ന ആളുകളുടെ കൂട്ടത്തിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. يدلك على شيء كثير تجهله والله أعلم, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അധിക ആളുകളും അതിനെക്കുറിച്ച് അശ്രദ്ധരാണ്. അതായത് സഹോദരങ്ങളെ, എങ്ങനെ ജീവിച്ചു എന്നതിലല്ല, എങ്ങനെ അവസാനിക്കുന്നു എന്നതിലാണ് കാര്യം. എങ്ങനെ അവസാനിക്കണം എന്നുണ്ടെങ്കിൽ നന്നായി ജീവിക്കണം. കാരണം എപ്പോഴാണ് അവസാനം നമുക്കറിയില്ല, എപ്പോഴാണ് നമ്മൾ അവസാനിക്കാൻ നമുക്കറിയില്ല. അപ്പൊ അവസാനം എന്താകുന്നു എന്നുള്ളത് ഏറ്റവും ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്, ഒരു മുമ്പ് നമ്മളൊരു 5 വർഷം മുമ്പോ 2 വർഷം മുമ്പോ നമുക്കുണ്ടായിരുന്ന ഈമാനികമായ അവസ്ഥയും നമ്മൾ ചെയ്യാതിരുന്ന പാപങ്ങളും ഒക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഇന്നത്തെ കാര്യം ആലോചിച്ച് നോക്കി. നമ്മുടെ ഇബാദത്തുകളും കർമ്മങ്ങളും ഒന്ന് പരിശോധിച്ച് നോക്കുക. അന്ന് ചെയ്തിരുന്ന അത്ര കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ? അന്ന് ചെയ്തിരുന്ന അത്ര ഈമാനികമായ അവസ്ഥ നമുക്കുന്നുണ്ടോ? അന്ന് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പാപങ്ങൾ ഒന്ന് ചെയ്യുന്നുണ്ടോ? ഇത് ആലോചിക്കുമ്പോൾ ഒരാൾക്ക് ഞാൻ കൂടിയിട്ടേ ഉള്ളൂ, അഥവാ സൽക്കർമ്മങ്ങൾ കൂടിയിട്ടുള്ളൂ, പാപങ്ങൾ കുറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. അതല്ല എങ്കിൽ നമ്മൾ ഗൗരവത്തിൽ നമ്മോട് ചോദിക്കണം, ഇനി കുറച്ചു കാലം കഴിഞ്ഞിട്ട് അവിടെ അവസ്ഥ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് നോക്കുന്നത് എങ്കിൽ, ഒരു മാറ്റത്തിന് ഞാൻ തയ്യാറെടുക്കുന്നില്ല എങ്കിൽ, എന്റെ ഈ പാപങ്ങൾ അവസാനിപ്പിച്ച് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ഞാനൊരു തീരുമാനമെടുക്കുന്നില്ല എങ്കിൽ, ഈ ഒരു ഗ്രാഫ് താഴ്ന്നു പോകുന്നത് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ എവിടെയായിരിക്കും നമ്മൾ എത്തുക എന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. കാരണം സലഫുകളുടെ 100 വാക്കുകൾ അവര് പേടിച്ചിരുന്ന കാര്യം അറിയോ? എന്റെ അവസാനം എന്താവും അതിനെ കുറിച്ചിട്ടാണ്. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ മഹത്തായ അസുഖ കാണാം. അദ്ദേഹം രോഗബാധിതനായി മരണത്തിനോട് അടുത്തെടുക്കുന്ന സമയത്ത് അദ്ദേഹം കരയാണ്. അപ്പോ പണ്ടായിരുന്ന ശിഷ്യന്മാരും മറ്റൊരു ചോദിച്ചു, പാപങ്ങൾ ആലോചിച്ചിട്ടാണോ കരയുന്നത്? അപ്പൊ അദ്ദേഹം നിലത്തുനിന്ന് തപ്പിയിട്ട് ഒരു കല്ലോ മൺകട്ടെടുത്ത് കൊടുത്തിട്ട് എന്നിട്ട് പറഞ്ഞു, എന്റെ പാപങ്ങളെ ഞാൻ ഇത്ര ഇതായിട്ടേ കാണുന്നുള്ളൂ, ഞാൻ പേടിക്കുന്നത് എന്റെ അവസാനത്തിൽ എന്താവും എന്ന് ആലോചിച്ചിട്ടാണ്, എനിക്ക് ഈമാൻ തെറ്റി പോകുമോ എന്ന് ആലോചിച്ചിട്ടാണ് എന്ന് പറയാം. അതായത്
ആ പാപങ്ങളെ മാത്രമല്ല, അതുകൊണ്ട് നമുക്ക് നഷ്ടം സംഭവിക്കുന്ന അവസാനത്തിലെ നഷ്ടമാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്ന് ചോദിച്ചത്, എനിക്കൊരു ഇസ്ലാമിൽ ഒരു വാക്ക് പറഞ്ഞിരണം, വേറൊരാളോട് ചോദിക്കേണ്ടതില്ലാത്ത രീതിയിൽ. ചിലവാദിന് എന്താ പറഞ്ഞത്? ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം. നീ അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക, ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കുക. സഹോദരങ്ങളും ദീന് കിട്ടുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ പ്രത്യേകിച്ച് കഴിവുകൊണ്ടൊന്നല്ല. നമുക്ക് തൗഹീദ് ലഭിച്ചത്, സലഫിയത്ത് ലഭിച്ചത്, സുന്നത്ത് പഠിച്ചത്, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ പ്രത്യേക ക്വാളിറ്റി കൊണ്ടോ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോ ഒന്നും ആയിക്കോളന്നില്ല. അള്ളാഹ് ഔദാര്യായിട്ട് ഇങ്ങനെ തെരഞ്ഞെടുത്തപ്പോ കൂട്ടത്തിലൊന്നും പെട്ടുപോയതാണ്. അള്ളാഹ് ഒന്ന് തെരഞ്ഞെടുത്തപ്പോ അതിൽ നമ്മളും ഉണ്ടായി. അത് അള്ളാഹിനെ സംബന്ധിച്ചല്ല, നമ്മളെ സംബന്ധിച്ച്. അള്ളാഹിനെ സംബന്ധിച്ച് കൃത്യമായ ഉദ്ദേശത്തോട് തെരഞ്ഞെടുത്തത്. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രത്യേക ബാക്കിയുള്ളവരെക്കാളും ഇപ്പൊ അപ്പുറത്ത് ശിർക്കിലായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഖുറാഫാത്തിലായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിൽ തന്നെ ഇല്ലാത്ത ഒരാളെ നോക്കുക. അയാൾ നമ്മൾ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന വ്യത്യാസം എന്താ? അള്ളാഹു നമ്മെ തെരഞ്ഞെടുക്കുന്നത് മാത്രമാണ്. അതിലല്ല കാര്യം, അതിൽ അല്ല അടിസ്ഥാന കാര്യം. അടിസ്ഥാന കാര്യം എന്താ? നമ്മൾ എങ്ങനെ അതിനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതിലാണ്, എങ്ങനെ അതുകൊണ്ട് നമ്മൾ മരണപ്പെടുന്നു എന്നതിലാണ്. അത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഒരു ഹദീസുകളെ നമ്മൾ എത്ര ഭയപ്പെടണം. ഒന്നുകൂടി പറയാണ്, ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാഉൻ ഫയസ്ബിഖു അലൈഹിൽ കിതാബ്. ഒരാൾ സ്വർഗ്ഗാവകാശികൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. അവനും സ്വർഗം തമ്മിൽ ചാട് ദൂരമുള്ളൂ. അവൻ നേരെ സ്വർഗത്തിലാണെന്ന് വിചാരിക്കുന്ന അവസ്ഥയിലെത്തും. ആ സമയത്താണ് അവനെ കുറിച്ചുള്ള അറിവിനാൽ അള്ളാഹു മുമ്പ് രേഖപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ അവൻ നരകാവകാശിയുടെ കർമ്മങ്ങൾ ചെയ്ത് നരകത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥ. സഹാബികളിൽ പലരും മരണസമയത്ത്, മരണമടുത്ത സമയത്ത് കരയുമായിരുന്നു. അപ്പൊ ഒപ്പുണ്ടായിരുന്ന ചോദിച്ചാൽ എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പൊ സഹാബികൾ പറയുമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല ആദം സന്തതികളിൽ നിന്ന് രണ്ട് പിടിപിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാഉലാഇ ഫിൽ ജന്ന ഹാഉലാഇ ഫിന്നാർ. ഒരു പിടിപിടിച്ചിട്ട് സ്വർഗാവകാശികളാണ്, മറ്റേ നരകാവകാശികളാണെന്ന് പറഞ്ഞു. എന്നിട്ട് സ്വഹാബികൾ പറയാണ്, ഇതിലേതിലാണ് ഞാൻ പെട്ടിട്ടുള്ളത് എന്ന് അറിയില്ല, അതാലോചിച്ചിട്ടാണ്. അതിലേതിലാണ് ഞാൻ പെട്ടിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല, അത് ആലോചിച്ചിട്ടാണ് എന്ന് അവര് പറയാറുണ്ട്. അപ്പൊ അവസാനം അതാണ് ആരുടേതാണോ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നത്, അഥവാ അതിന്റെ നിർബന്ധമായി വീട്ടിക്കൊടുക്കേണ്ട ഹക്കുകളും ചെറുത്തുകളും എല്ലാം വീട്ടിക്കൊടുത്ത് ആകുന്നത്, ദഖൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുആ ചെയ്ത ധാരാളം ദുആ ചെയ്ത ദുആ എന്താണ്? ഉദ്ധരിക്കപ്പെട്ടുള്ള ദുആ എന്താണ്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇത് കേട്ടപ്പോ ഭക്തിമാരും അതുപോലെ തന്നെ ഖാദിമുകളും എല്ലാം ചോദിച്ചു, റസൂലെ, ഇനി ഞങ്ങൾ തെറ്റിപ്പോകുമോ? ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ, ഇനി ഞങ്ങൾ തെറ്റിപ്പോകുമോ? ഒരു പറഞ്ഞ മറുപടി എന്താണ്? ഇന്നഹു ലൈസ ആദമിയ്യൻ ഇല്ലാ വഖൽബുഹു ബൈന ഉസ്ബുഐൻ മിൻ അസ്വാബിഇല്ലാ ഫമൻ ശാഅ അഖാമ വമൻ ശാഅ അദാഖ. അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിൽ കൽബില്ലാതെ ഒരു മനുഷ്യനുമില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനെ നേരെ നിലനിർത്തും, അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനെ തെറ്റിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് ധാരാളമായി ഇസ്തിഖാമത്തിനെ, സദാത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ധാരാളം ദുആകളെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഒരു ദുആ ഇപ്പോൾ പറയാം. അല്ലാഹുമ്മ ലക അസ്ലംതു, ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ലക അസ്ലംതു, അല്ലാഹുവേ ഞാൻ മുസ്ലിമായിരിക്കുന്നു, തിരുവോതിയിരിക്കുന്നു. വബിക ആമൻതു, നിന്നെ വിശ്വസിച്ചിരിക്കുന്നു. വഅലൈക തവക്കൽതു, നിന്നെ പരമേൽപ്പിക്കുന്നു. വഇലൈക അനബ്തു, നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു. വബിക ഖാസംതു, നിന്നെ കൊണ്ടാണ് ഞാൻ തർക്കിക്കുന്നത്, നിന്റെ ദീനിനു വേണ്ടി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു നിന്റെ ഇസ്സത്തിനെ മുൻനിർത്തിക്കൊണ്ട്, നീ അല്ലാതെ ഇലാഹില്ല. അൻ തുദില്ലനി, നീ എന്നെ പിഴപ്പിക്കുന്നതിനെ തൊട്ട്, നേരായ മാർഗത്തിൽ നിന്ന് നീ എന്നെ തെറ്റിക്കുന്നതിനെ തൊട്ട്. അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരണമില്ലാതെ എന്നെന്നും ജീവിക്കുന്നവനാണ് നീ. വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ, ജിന്നുവർഗവും മനുഷ്യവർഗവും മരിക്കുക തന്നെ ചെയ്യും. അതുപോലെ വേറെ ദുആകളിൽ ഈ വലാലത്തിനെ തൊട്ട് രക്ഷ തേടുന്നത് കാണാൻ സാധിക്കും. അപ്പോ ഈ ഒരു കാര്യം നമ്മുടെ അവസാനം എന്താകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഭയം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അവസാനം മോശമാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ബാഹ്യവും ആന്തരികവും എതിരാവുക എന്നുള്ളതാണ്. അത് രണ്ടും ഒരുപോലെ അല്ലാതെ പുറത്ത് മാന്യനായിരിക്കും, നല്ല രീതിയിലായിരിക്കും, എന്നാൽ ഉള്ളിൽ വിശ്വാസത്തിൽ നിഫാഖ് വെച്ച് പുലർത്തുന്ന കപടതയുള്ള ആളായിരിക്കും. പുറത്ത് ആളുകളിൽ നിസ്കരിക്കുന്നത് നോക്കുന്നതിനായിരിക്കും, ഉള്ളിൽ ഹറാമുകൾ ചെയ്യുന്ന ആളായിത്തീരുന്ന അങ്ങനെയുള്ള ആളുകളുടെ മരണസമയത്തെ അവസ്ഥ സലഫുകളിൽപ്പെട്ട അബ്ദുൽ ഹഖ് അൽ ഇശ്ബിലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വഅലം, നീ മനസ്സിലാക്കുക, അന്ന സൂഅൽ ഖാതിമതി അആദന അല്ലാഹു മിൻഹാ, മോശപ്പെട്ട ഒരു പര്യവസാനം എന്നുള്ളത് അല്ലാഹു അതിനെ തൊട്ട് നമ്മെ രക്ഷിക്കട്ടെ. ലാ യകൂനു ലിമൻ ഇസ്തിഖാമ ളാഹിറുഹു വസലുഹ ബാതിനുഹു, ബാഹ്യവും ആന്തരികവും ഒരുപോലെ നന്നാക്കിയവരിൽ അതുണ്ടാവൂല, മോശപ്പെട്ട അവസാനം ഉണ്ടാവൂല. വൈന്നമാ തകൂനു, തീർച്ചയായിട്ടും അത് സംഭവിക്കുന്നത്, മോശപ്പെട്ട അവസാനം ഉണ്ടാകുന്നത് ലിമൻ കാന ലഹു ഫസാദുൻ ഫിൽ അഖ്ലി ഔ ഇസ്റാറുൻ അൽ കബായിർ, ബുദ്ധിയിൽ ഫസാദ് കൊണ്ട് നടക്കുന്ന വൻപാപങ്ങളിൽ തുടർച്ചയായി തുടരുന്ന, വഇഖ്ദാമുൻ അൽ അദായി, ഗൗരവമായിട്ടുള്ള തിന്മയിൽ മുന്നിടുന്ന ആളുകളിലാണ്. വറുബ്ബമാ ഗലബ ദാലിക അലൈഹി, ചിലപ്പോൾ അവൻ അതിൽ ആകെ മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഹത്താ യൻസില ബിഹിൽ മൗത്ത് ഖബ്ല തൗബ, അവൻ ആ തിന്മകളെ തൊട്ട് തൗബ ചെയ്യുന്നതിന് മുമ്പ് മരണം അവനിലേക്ക് വന്നിട്ടും വയതബ അലൈഹി ഖബ്ല അൽ ഇനാബ, അവൻ തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറുന്നതിന് മുമ്പ് അവന്റെ മേലെ മരണം ചാടി വീഴും. വയഖുദഹു ഖബ്ല ഇസ്ലാഹി ഖവിയ്യ, അവന്റെ നിയ്യത്തുകൾ, അവന്റെ രഹസ്യം അത് നന്നാക്കുന്നതിന് മുമ്പ് അവനെ പിടികൂടും. വയസ്തലിമഹു ശൈത്താനു അൻ തിൽക الصدمة, ആ സമയത്ത് പിശാച് അവനെ വീഴ്ത്തിക്കളയും. അങ്ങനെ തിന്മയിൽ മുഴുകുന്ന തൗബ ചെയ്യാൻ അവസരം ലഭിക്കുന്നതിന് മുമ്പ് ആ അവസ്ഥയിൽ മരണപ്പെടുമ്പോൾ പിശാച് അവനെ വലിച്ച് താഴെയിട്ട് വീഴ്ത്തിക്കളയും. വയഖ്തബിഹു ഇൻദ തിൽക الدهشة والعياذ بالله, അവിടെ അവനെ കീഴ്പ്പെടുത്തി കളയും, അവനെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥയുണ്ടാവും. അല്ലാഹു നമ്മെ രക്ഷിക്കട്ടെ. ധാരാളം ചോദിക്കണം, എന്റെ അവസാനം നന്നാക്കി തരണം റബ്ബേ, എന്റെ അവസാനം നന്നാക്കി തരണേ എന്നുള്ളത് നല്ല രീതിയിൽ നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് നോക്കൂ, ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഫീമാ യബ്ദു ലിന്നാസ്, നിങ്ങൾ ചില ആളുകൾ അവർ ആളുകൾ കാണുമ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കും. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് രഹസ്യമായിട്ടുള്ള പാപങ്ങൾ അത് മരണസമയത്ത് പുറത്തേക്ക് വരും. അപ്പോൾ വിചാരിക്കും ആളുകളൊന്നും അറിയുന്നില്ല, ആളുകളൊന്നും നല്ലതായിട്ട് കാണുന്നുണ്ട്, മാന്യനായിട്ട് കാണുന്നുണ്ട്, പക്ഷെ മരണസമയത്ത് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നമ്മുടെ ലക്ഷ്യജീവിതത്തിലെ പാപങ്ങളായിരിക്കും. അത് മോശപ്പെട്ട പര്യാവസാനത്തിനുള്ള, മോശപ്പെട്ട മരണത്തിനുള്ള പ്രധാനപ്പെട്ട കാരണത്തിൽ ഒന്നാണ്. അതുപോലെ തന്നെ കൽബിൽ അസൂയയും വിദ്വേഷവും പകയും എല്ലാം വെച്ചുകൊണ്ട് നടക്കുന്ന കൽബുള്ളവർ, അതും മരണസമയത്ത് മോശപ്പെട്ട അവസാനത്തിന് കാരണമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ധാരാളമായി ദീനിൽ ഉറച്ചു നിൽക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾ കേട്ടാൽ അത് ചെയ്ത് അതിൽ മരണം വരെ തുടരാൻ അള്ളാഹുവിനോട് സഹായത്തെ ചോദിക്കണം, അതിന് തൗഫീഖിനെ തേടുകയും വേണം. 7 കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഒരു കൽപ്പനയുടെ മേലെ നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഒന്നാമത്തേത് അൽ ഇൽമു ബിഹി, അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം, പഠിക്കണം. രണ്ടാമത്തേത് മഹബ്ബത്തുഹു, അതിനോട് ഇഷ്ടമുണ്ടായിരിക്കണം. മൂന്നാമത്തേത് അൽ ഇൽമു അലൽ ഫിഅൽ, ആ കർമ്മം ചെയ്യാൻ ദൃഢമായ നിശ്ചയം നമ്മൾ എടുക്കണം. നാലാമത്തേത് അൽ അമൽ, ആ കർമ്മം നിർവഹിക്കണം. അഞ്ചാമത്തേത് കൗനുഹു യഖഉ അലൽ മശ്റൂഇ ഖാലിസൻ സ്വവാബ, അത് ഇഖ്ലാസോട് കൂടി സുന്നത്തനുസരിച്ചുകൊണ്ട് ചെയ്യണം. ആറാമത്തേത് തഹ്വീറുൻ ഫിഅലി മാ യുഹ്ബിതുഹു, കർമ്മങ്ങൾ ചെയ്താൽ, ആ കർമ്മം നിർവഹിച്ചാൽ അതിനെ പൊളിച്ചു കളയുന്ന മറ്റു കാര്യങ്ങൾ അതിനെ സൂക്ഷിക്കണം. ഏഴാമത്തേത് തബാതു അലൈഹി, അതിൽ തുടർന്ന് ഉറച്ചു നിൽക്കാനും സാധിക്കണം. അപ്പൊ ഈ 7 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്തിഖാമത്തോടുകൂടി മരണം വരെ നിലനിൽക്കാനും അല്ലാഹുവിനെ അവൻ ഒരുക്കിയിട്ടുള്ള മഹത്തായ ഭാഗമായ സ്വർഗത്തിൽ വെച്ച് കാണാനും അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.